കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. മുത്തുകളൊക്കെയും കാണുമ്പോൾ തീരുന്ന മുത്തുകൾ രണ്ടും ഞാനെന്നു കാണും. പൊന്നിൻ ശീലമ്പും കീഴുക്കി നടക്കുന്ന കുഞ്ഞിത്രപാദം ഞാനെന്നു കാണും. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. പാപിയായുള്ളോരടിയനാവിടുത്തെ തൃപ്പാദമൽപ്പങ്ങളെന്നു കാണും. ജീവിതത്തിൻ്റെ ഒരിക്കലാവിടുത്തെ തൃപ്പാദപത്മങ്ങളെന്നു കാണും. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ജീവിതത്തിങ്കളൊരിക്കലാവിടുത്തെ പാദാതികേശങ്ങളെന്നു കാണും. പാണൻ മേടിഞ്ഞങ്ങു പോകുന്നതിൻ മുൻപേ പ്രാണനാഥനെ ഞാനെന്നു കാണും. ഇവിടുത്തെ കേശാദിപാദങ്ങൾ എന്നുള്ളിൽ എപ്പോഴും തോന്നിയിടണം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. എന്നാണു ഞാനിനി കാണുന്നതെന്നാണു നന്ദകുമാരന്റെ ദിവ്യരൂപം. എന്നാണു ഞാനിനി കാണുന്നതെന്നാണു നന്ദകുമാരന്റെ ദിവ്യരൂപം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. സർവത്ര നാരായണ നാരായണ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം പ്രതിഭാമേ. ശ്രീഗുരോശ്ചരണാംഭോജം യസ്യാന്ദിശി വിരാജതേ തസ്യൈ ദിശേ നമസ്കുർമ കായേന വചസാ ധിയാ. ഗുരുവായൂരപ്പ ശരണം. ഇനി ശുഗബ്രഹ്മർഷിയുടെ ഉപദേശങ്ങൾ ഉപസംഹരിക്കുന്നു. ബ്രഹ്മോപദേശമാണ് ചെയ്യേണ്ടത്. ഭാഗവതത്തില് ശുഭേച്ഛാ സുവിചാരണ തനുമാനസി സത്വാവത്തീയ സംസക്തി പദാർത്ഥാഭാവനി എന്നുള്ള യോഗഭൂമികളൊക്കെ വർണ്ണിച്ചതിന് ശേഷം തുരീയം എന്നുള്ള യോഗഭൂമിയെ വർണ്ണിക്കുന്ന ഏഴാമത്തെ യോഗഭൂമിയില് അഥവാ സപ്താഹയജ്ഞത്തിന്റെ 7ാം ദിവസത്തില് ഏകാദശസ്കന്ധമൊക്കെ വായിച്ച് സമർപ്പിക്കുമ്പോൾ ഏകാദശസ്കന്ധത്തിന്റെ ലക്ഷണം തന്നെ മുക്തി എന്നാണ്. അതില് ഭഗവാൻ തന്റെ മനോഹരമായിട്ടുള്ള ഉപദേശങ്ങള് ഉദ്ധവനായി കൊടുക്കുന്ന ഉദ്ധവോപദേശം അഥവാ ഭഗവാന്റെ അമൃതമൊഴികള്, ഉദ്ധവ ഗീത എന്നൊക്കെ പ്രസിദ്ധമായിട്ടുള്ള ഭാഗം, അതൊക്കെ വർണ്ണിച്ചു കഴിഞ്ഞിട്ടാണ് ശുഗബ്രഹ്മർഷി എന്റെ പ്രഭാഷണം നിർത്താനായിട്ട് പോകുന്നത്. ഭഗവാൻ തന്റെ മനോഹരമായിട്ടുള്ള വിഗ്രഹം മറിക്കാൻ തയ്യാറായപ്പോൾ ഭഗവാന്റെ ഏകാന്തഭക്തനായിട്ടുള്ള ഉദ്ധവൻ കാലിന് വേണ്ടി നമസ്കരിച്ച് അവിടുന്ന് എങ്ങോട്ട് പോകുന്നു, എന്നെയും കൊണ്ടുപോകണേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് അതിഗംഭീരമായിട്ടുള്ള ഉപദേശങ്ങള് മുക്തിയെ പ്രതിപാദിക്കുന്ന ഏകാദശസ്കന്ധത്തിൽ ചെയ്തത്. പുതു സർവം പരിത്യജ്യ സ്നേഹം സ്വജിതബന്ധുഷു മയ്യാവേശ്യമനസ്തമ്യക്. സ്വജനപക്ഷപാതമൊക്കെ മാറ്റിവെച്ച് ഭഗവാനിലേക്ക് മനസ്സുറപ്പിച്ചുകൊണ്ട് ഭൂമിയിൽ സഞ്ചരിക്കൂ. എല്ലാം
അപ്പൊ ഞാൻ എൻ്റെ എന്നുള്ള വിചാരം മാറ്റി ഭഗവാൻ ഭഗവാന്റെ എന്നുള്ള ഭാഗം നമുക്ക് മാറ്റാം, അങ്ങനെ മാറ്റിയെടുക്കാം. ക്രമേണ എല്ലായിടത്തും ഭഗവത് സ്വരൂപത്തെ കണ്ടുകൊണ്ട് ആ പരമമായിട്ടുള്ള ആനന്ദം അനുഭവിക്കാനായി സാധിക്കും. കുറച്ച് ഈ ത്യാഗമൊക്കെ കുറച്ച് ദുഷ്കരമാണല്ലോ എന്ന് ചോദ്യം വന്നപ്പോഴാണ് ആദ്യം ദത്താത്രേയ ഗീതയെ അവതരിപ്പിച്ചത്. എന്ത് കണ്ട ഓരോ പാഠം പഠിക്കണം. പണ്ട് നമ്മുടെ കാരണവരായിട്ടുള്ള യദു മഹാരാജാവ് ഒരു അവധൂതാഗ്രഹത്തിനെ കണ്ടു. അതാണ് ദത്താത്രേയ മഹർഷി. അദ്ദേഹത്തെ കണ്ടപ്പോ അദ്ദേഹത്തിന് എപ്പോഴും ആനന്ദം, വെയിലും മഴയും ഒരേപോലെ. ഈ സുഖം എങ്ങനെ കിട്ടി? എനിക്ക് എല്ലാ സൗകര്യം ഉണ്ടായിട്ട് സുഖം ഉണ്ടാവില്ല, അങ്ങനെ ഒന്നുമില്ലാതെ സുഖം അനുഭവിക്കാൻ കഴിയുന്നുണ്ട്, എങ്ങനെ കഴിയുന്നു എന്ന് ചോദിക്കുമ്പോ എനിക്ക് 24 ഗുരുനാഥന്മാരാണ്. ആ ഗുരുനാഥന്മാരുടെ അനുഗ്രഹം കൊണ്ടാണ് ഇത്രയും സുഖം അനുഭവിക്കാനായിട്ട് കഴിയുന്നത്. ഞാൻ ഗുരുനാഥന്മാരുടെ പേര് എനിക്കും പറഞ്ഞു തരും എന്ന് പറയുമ്പോഴാണ് 24 ഗുരുനാഥന്മാരെ ഉപദേശിച്ചത്. അവരൊക്കെ പേര് കേട്ടാൽ സാധാരണ നിലയ്ക്ക് ഭാഗവതത്തിന് മുമ്പിലേക്ക് വരുന്ന അല്ലെങ്കിൽ പ്രഭാഷണം കേൾക്കുന്നവർക്ക് അത്ഭുതമാവും. കേട്ട് പരിചയമുള്ളവർക്ക് കുഴപ്പമില്ല. എന്താണ് ഗുരുനാഥന്റെ നമുക്ക് സങ്കല്പമൊക്കെ ഉണ്ട്. അങ്ങനെ അത്യാവശ്യം ഒരു വേഷം കെട്ടൊക്കെ വേണം. അങ്ങനെ ഗുരുനാഥനായിട്ടിരിക്കുമ്പോൾ വൈകിട്ട് നമസ്കരിക്കാം, അഭിവാദയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമസ്കരിക്കാം, സ്വസ്തി എന്ന് പറഞ്ഞ അനുഗ്രഹമൊക്കെ ഉണ്ടാവും. ഇതിപ്പോ ഗുരുനാഥന്മാരുടെ പേര് പറയുമ്പോൾ ആനയൊക്കെ ഉണ്ട്. ആനയൊക്കെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പോയിട്ട് നമസ്കരിച്ചാൽ, മുമ്പിലെ പോയിട്ട് നമസ്കരിച്ചാൽ എന്തുണ്ടാവും? സ്വസ്തി അനുഗ്രഹം നൽകും. പൃഥിവ്യാവസ്ഥയും വായു ആകാശങ്ങളാവുന്ന ഗുരുനാഥന്മാരാണ്. ഭൂമിയും വെള്ളവും വായുവും അഗ്നിയും ആകാശവും ഗുരുനാഥന്മാരാണെന്ന്. ഇയാമ്പാറ്റയും പെരുമ്പാമ്പും ആനയും അതുപോലെ മാന് മത്സ്യം ഗുരുനാഥന്മാരാണത്രേ. സൂര്യൻ ചന്ദ്രൻ ഗുരുനാഥന്മാരാണത്രേ. പെരുമ്പാമ്പ് ഗുരുനാഥനാണത്രേ. ചെറിയ പാമ്പ് ഗുരുനാഥനാണത്രേ. ചെറിയൊരു കുട്ടി ഗുരുനാഥനാണത്രേ. വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടി ഗുരുനാഥനാണത്രേ. എട്ടുകാലി വേട്ടാളൻ ഗുരുനാഥനാണത്രേ. പക്ഷി കുടുംബ ഗുരുനാഥനാണത്രേ. പുരപക്ഷി ഗുരുനാഥനാണത്രേ. ഇങ്ങനെ 24 ഗുരുനാഥന്മാരെ പറഞ്ഞത്. എന്ത് കണ്ടാലും ഒരു പാഠം ഉൾപ്പെടുന്നു. ബുദ്ധിയെ ആശ്രയിച്ചുകൊണ്ട് ഗുരുനാഥന്മാരാണ്. അവരുടെ ബുദ്ധിയല്ല, ഗുരുനാഥന്മാരുടെ ബുദ്ധിയെ കേട്ടാൽ അങ്ങനെയല്ല. നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ലോകത്തുനിന്ന് എല്ലായിടത്തുനിന്നും ഒരേ പാഠം പഠിക്കണമെന്ന്. അപ്പോൾ ഒരു ഗുരുനാഥന്റെ സങ്കല്പം പോലും അവിടെ മാറ്റിമറിച്ചു. ലോകത്തിലെ എല്ലായിടത്തുനിന്നും ഒരേ പാഠം ഉൾക്കൊള്ളണം. ചിലത് കണ്ട ഇതുപോലെ ആവരുതെന്ന് പഠിക്കാം, ചിലത് കണ്ട ഇതുപോലെ ആവണമെന്ന് പഠിക്കാം. ചിലരൊക്കെ ലോകത്തിലെ കേമാണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ബഹളം കൂട്ടുന്ന സമയത്ത് അത് കണ്ട ഇതുപോലെ ആവരുത് എന്ന് പഠിക്കാം. അങ്ങനെ എന്തും ഒരു അവധൂതനാണ് ഉപദേശിക്കുന്നത്. ഒരു ഉപനിഷത്തുണ്ട്, അവധൂത ഉപനിഷത്ത്. അത് തപ്പിയെടുക്കുകയാണെങ്കിൽ അതിന്റെ ആദ്യത്തെ ശ്ലോകം, ചെറിയ ഉപനിഷത്താണ്, വളരെ കുറച്ച് ശ്ലോകങ്ങളേ ഉള്ളൂ. ആ അവധൂത ഉപനിഷത്തിൽ ആദ്യത്തെ വരി തന്നെ എന്താണെന്നറിയോ? അവധൂത എന്നുള്ള 4 അക്ഷരത്തിന്റെ അർത്ഥം പറയുന്നത്. എന്തൊക്കെയാണ് അവധൂത എന്നുള്ളതിന്റെ അർത്ഥം? ആദ്യത്തെ അക്ഷരം ആ എന്നാണ്, അക്ഷരത്വ. നാശമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയവനാണ് അവധൂതൻ. രണ്ടാമത്തെ അക്ഷരം വരേണ്യത്വ, ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥയിലെത്തിയവനാണ് അവധൂതൻ. പിന്നെ ധൂ എന്നാണ് മൂന്നാമത്തെ അക്ഷരം. ധൂത സംസാര ബന്ധനാൽ, സംസാര ബന്ധനങ്ങളെയൊക്കെ എല്ലാ ബന്ധങ്ങളെയും ഒടിച്ചു കളഞ്ഞവനാണ്, ഭസ്മമാക്കി തീർത്തവനാണ്. നാലാമത്തെ അക്ഷരം ത എന്നാണ്. തത്വമസി തുടങ്ങിയിട്ടുള്ള മഹാവാക്യങ്ങളുടെ സാരം ഗ്രഹിച്ചുകൊണ്ട് അഹം ബ്രഹ്മാസ്മി എന്നുള്ള അനുഭവത്തിലേക്ക് എത്തിയവനാണ് ആര്? അവധൂതൻ എന്നുള്ള അവധൂത ഗീതം. എന്ത് കണ്ടാലും ഒരപ്പ ഭൂമിയിൽ നിന്ന് അഷ്ടാദശ പുരാണേഷു വ്യാസസ്യ വചനദ്വയം പരോപകാര പുണ്യായ പാപായ പരപീഡനം. 2 കാര്യമാണ് ഇത്ര പ്രധാനമായിട്ട് ഭൂമിയിൽ നിന്ന് പഠിക്കാനുള്ളത്. എന്താ? അല്ലെങ്കിൽ ഭൂമിയിൽ നിന്നല്ല, 18 പുരാണങ്ങളിൽ നിന്നും 2 കാര്യം പഠിക്കേണ്ടതെന്ന്. പരോപകാര പുണ്യായ പാപായ പരപീഡനം. മറ്റുള്ളവർക്ക് സഹായം ചെയ്താൽ അത് പുണ്യം, മറ്റുള്ളവർക്ക് ഉദ്യോഗം ചെയ്താൽ പാപം. ഇതൊക്കെ ഭൂമിയിൽ നിന്ന് പഠിക്കാവുന്നതാണ്. ഭൂമിയിലുള്ള മിക്കവാറും എല്ലാ ജീവികളും, ഒരുവിധ ജീവികള് പരോപകാരമായിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുവിധം
അല്ലാത്തൊരു ജന്തു ഉണ്ടെങ്കിൽ പ്രധാനമായിട്ടുള്ള ജന്തു ഏതാ? മനുഷ്യനാവും. ഭൂമി പോലെ ക്ഷമയുണ്ടാവാൻ ഇങ്ങനെ എന്ത് കാണുന്നു. ഉറുമ്പ് വലിയായിട്ട് വരുന്ന സമയത്ത് എത്ര കൃത്യനിഷ്ഠമായിട്ട് കൂട്ടാലും വന്നുകൊണ്ടിരിക്കുന്നത്, വളരെ ശാന്തമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്, ഒരു പ്രശ്നമില്ലാതെ. എനിക്ക് വലിയ തെറ്റിക്കുക അവർക്ക് പരിഭ്രമം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുന്നത് കാണാം. നമുക്കൊക്കെ വരിയിൽ നിന്നാലേ പരിഭ്രമം. ആകെ ഒന്ന് ബഹളം കൂട്ടിയില്ലെങ്കിൽ എന്താണ് സാധനം വാങ്ങാനായിട്ട് കഴിഞ്ഞാലേ സാധനം വാങ്ങാനായിട്ട് വരിയായിട്ട് വരുമ്പോൾ 2-3 വരി ഒരുമിച്ചത് വരുമ്പോഴേ സുഖമുള്ളൂ. അല്ലെങ്കിൽ നേരെ മറിച്ചാ നമ്മൾ നിസ്സാരം, നമ്മുടെ കാലിൻ്റെ അടിയിലൊക്കെ പെട്ടു പോകുന്ന നിസ്സാരമായിട്ടുള്ള ജീവിതം കണക്കാക്കുന്ന ഉറുമ്പിന്റെ കാര്യം പറയുന്നത്. ആ ഉറുമ്പ് നമ്മളെക്കാളും ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്നത് കാണാം. പലപ്പോഴും നമ്മളെക്കാളും നന്നായിട്ട് പ്രവർത്തിക്കുന്നത് കാണാം. എന്ന് പറഞ്ഞാൽ ഉറുമ്പ് അങ്ങനെയാണോ എന്നാണ് എനിക്കറിയില്ല. എന്നാലും പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയണല്ലോ, നമുക്ക് അങ്ങനെ ഭാവന ചെയ്യാലോ. 24 ഗുരുനാഥന്മാരുള്ളതല്ല ഈ ഉറുമ്പ്. ഈ ഭാഗവതം കേട്ട് ഇതിലില്ലാത്തതും കണ്ടെത്താൻ കഴിയണം. അന്ന് എന്താണ് അവധൂതാകരകണ്ണിൽ പറഞ്ഞത് മാത്രമല്ല, ഇതുപോലെ ഇനി ഇഷ്ടംപോലെ കണ്ണു തുറന്ന് നടന്നുകൊണ്ട് നല്ലത് ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കണം. നല്ലത് ഉൾക്കൊള്ളുക മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ അങ്ങനെ വേണ്ടാത്തതൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കാനും സാധിക്കണം എന്നൊക്കെ ഈ അവധൂത ഗീതയിൽ നിന്ന് പഠിക്കാവുന്നതാണ്. 25ാമത്തെ ഗുരുനാഥൻ ഉണ്ട്. അതാരാ? ശരീരം തന്നെയാണ്. ശരീരത്തിന് 9 ഗോപുരങ്ങളും ദ്വാരങ്ങളാണുള്ളത്. നവദ്വാരേ പുരേ ദേഹി. ദ്വാരം എന്ന് പറഞ്ഞ അർത്ഥം, ദ്വാരം എന്ന് പറഞ്ഞാൽ വാതിലെന്ന് അർത്ഥമുണ്ട്, ഗോപുരം എന്നൊക്കെ അർത്ഥമുണ്ട്. ഒപ്പം തന്നെ ദ്വാരം എന്ന് അർത്ഥമുണ്ട്. അതാ മലമൂത്ര ഭണ്ഡാകാരമായിട്ടുള്ള, അല്ലെങ്കിൽ ലോകത്തിലെ കുറെ വൃത്തികെട്ട പദാർത്ഥങ്ങളെ കൊണ്ട് ഒരു രൂപം ഉണ്ടാക്കിയിട്ട് കുറെ ഹോളിട്ടേക്കാണെന്ന്. അതാണ് ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗോപുരെന്നും പറയാം, വാതിലെന്നും പറയാം, അല്ലെങ്കിൽ മാലിന്യങ്ങൾ പുറത്തേക്ക് കളയാൻ കുറെ വഴി ഉണ്ടാക്കിയിട്ടെന്ന്. ആ മുകളിൽ നിന്ന് വെള്ളം വീണ് കുറച്ച് കഴിഞ്ഞാൽ ചാടി ഇങ്ങനെ കെട്ടിക്കിടക്കുമ്പോൾ ഒരു കുത്തു കൊടുക്കാം. അപ്പൊ അവിടെ ഒരു കോട്ട ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ വെള്ളം പൊക്കും. അതുപോലെ കുറെ ദ്വാരം ഉണ്ടാക്കിയിട്ടിരിക്കുക. അത് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് ഇങ്ങനെ വൃത്തികെട്ടതാണ് ശരീരം എന്നൊക്കെ പറഞ്ഞാലും വിശേഷ ബുദ്ധിയുള്ള ജന്മം കൊണ്ടാണ്. മാനുഷ്യം അർത്ഥതമാണ്, എന്തും നേടിയെടുക്കാനുള്ളതാണ് ഈ ശരീരം എന്ന് മറക്കരുത്. വിശേഷ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ജീവിത സാക്ഷാത്കാരത്തിന്, ആത്മസാക്ഷാത്കാരത്തിന് ഈ ജന്മം വളരെ വിലപ്പെട്ടതാണ്. എത്രയോ ജന്മങ്ങൾക്ക് ശേഷമാണ് വിശേഷ ബുദ്ധിയുള്ള മനുഷ്യജന്മം നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി എന്നാണ് ഇത് നഷ്ടപ്പെട്ട വീണ്ടും കിട്ടുകയെന്ന് അറിയില്ല. അതുകൊണ്ട് വളരെ വിലപ്പെട്ട ഈ ജന്മം സാർത്ഥകമാക്കി തീർക്കണം. അപ്പോ അവധൂത ഗീത തുടങ്ങിയിട്ടുള്ള കുറെ ഗീതകളുണ്ട് ഉദ്ധവ ഗീതയില്. ആദ്യ അവധൂത ഗീത, പിന്നെ ഹംസഗീത, പിന്നെ ഭിക്ഷുഗീത, ഇളഗീത. പിന്നെ പ്രധാനപ്പെട്ടത് മാത്രം ഒന്ന് അനുസ്മരിക്കാന്ന് വിചാരിച്ചിട്ടുള്ളൂ. വേണ്ടത് എന്താണെന്നറിയാം, വേണ്ടാത്തത് എന്താണെന്നറിയാം. പക്ഷെ വേണ്ടത് ചെയ്യാൻ കഴിയുന്നില്ല, വേണ്ടാത്തത് ചെയ്യാൻ ഒരു വിഷമം തോന്നുന്നില്ല. എങ്ങനെയാ മനസ്സിനെ നിയന്ത്രിക്കേണ്ടതെന്ന് അറിയില്ല. ഒരു ചോദ്യം വരികയാണെങ്കിൽ പണ്ട് ഇതുപോലെ എങ്ങനെയാ മനസ്സിനെ നിയന്ത്രിക്കേണ്ടതെന്ന് ചോദ്യം വന്നപ്പോൾ പണ്ട് ഹംസമായിട്ട് ഭഗവാൻ അവതരിച്ചു. ബ്രഹ്മാവിന്റെയും തനകാദി മഹർഷിമാരുടെയും മുമ്പില് അന്ന് ഹംസമായിട്ട് അവതരിച്ചപ്പോൾ ഹംസത്തിന് പാലും വെള്ളവും കലർത്തി കൊടുത്താൽ അത് പാല് മാത്രം എടുക്കും, അതിനാവശ്യമുള്ളത്. അങ്ങനെ ആ പാല് ഇതുപോലെ വേണ്ടത് വേർതിരിച്ചെടുക്കാൻ, നമുക്ക് വേണ്ടത് വേർതിരിച്ചെടുക്കാൻ ഈ ഹംസത്തെ കണ്ട് പഠിക്കാം. ഹംസമായിട്ട് അവതരിച്ചു. ഹംസമായിട്ട് അവതരിച്ചപ്പോൾ ചോദിച്ചു ഹംസത്തിനോട്, ഹംസസ്വരൂപനായ ഭഗവാനോട്, ഓ ഭഗവാൻ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. അപ്പൊ ഹംസസ്വരൂപനായ ഭഗവാൻ തിരിച്ചു ചോദിച്ചു, ആരോടാ ചോദ്യം? ശരീരത്തിനോടാണോ ആത്മാവിനോടാണോ? ആലോചിച്ചു കഴിഞ്ഞാൽ ശരീരം, നമ്മുടെയൊക്കെ ശരീരം ഒരേപോലെയാണോ? അല്ല, ഒന്നിനൊന്ന് വ്യത്യസ്തമായിട്ടിരിക്കുന്നു. ഒരാളെ പോലെ വേറൊരാൾ ഇല്ലാതെ തന്നെയാണ്. എന്തെങ്കിലും ചെറിയ മാറ്റമൊക്കെ ഉണ്ടാവും, പോലെയൊക്കെ ഉണ്ടാവുമെങ്കിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. കോടിക്കണക്കിന് ജനങ്ങളാണ് ലോകത്തിലുള്ളത്, അതൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്.
അനവധി വൃക്ഷങ്ങളുണ്ട്, വൃക്ഷങ്ങൾ വ്യത്യാസങ്ങളുണ്ട്. ആനകളെ കണ്ട് വ്യത്യാസമില്ലേ? അത് ഏത് ആന ചോദിച്ചു കഴിഞ്ഞാൽ ആ പാപ്പാന്റെ അടുത്ത് നിൽക്കുന്നത് ആനാന്ന് നമുക്കറിയുള്ളൂ. തൃശ്ശൂരൊക്കെ ആയിട്ട് ഇത് ഏതാനെന്ന് പറഞ്ഞില്ലെങ്കിൽ നല്ലുള്ളൂ എന്ന് പറഞ്ഞാൽ ആനക്കമ്പുകാരുടെ അടുത്ത് പോയിട്ടേ ഈ ആനയെ കണ്ട് മനസ്സിലായില്ലാന്നോ ചോദിക്കരുത്. ചില ആൾക്കൊക്കെ ആനയെ കണ്ടറിയാം, കൊമ്പ് കണ്ടറിയാം, കണ്ണ് കണ്ടറിയാം. ആനയെ വഴിക്ക് പോയോ? ഇന്ന ആനയെ പോയത് എന്ന് പറഞ്ഞാൽ ആനപ്പിണ്ടത്തിന്റെ ഗന്ധം കണ്ട് മനസ്സിലാക്കും ഇന്ന ആനയാണെന്ന്. പണ്ടൊരു തിരുമേനിക്ക് കാക്കകളെ കണ്ടറിയാം. നില കണ്ടിട്ടില്ലോ, അവരുടെ കാക്കകളാ. അത്രയും സൂക്ഷ്മമായിട്ട് കാക്കകൾക്ക് ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. അതൊക്കെ കണ്ടുപിടിക്കാനുള്ള ഇതുണ്ടെന്ന് അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടെന്ന്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പേര് വന്നു കാക്കശ്ശേരി ഭട്ടതിരി എന്നൊക്കെ. അപ്പൊ ഈ ലോകത്തിലെ എല്ലാ ശരീരവും വ്യത്യസ്തമായിരിക്കുന്നു. ഈ പ്രകൃതിയിലുള്ള ഓരോന്നും വ്യത്യസ്തമായിരിക്കുന്നു എങ്കിലും ഓരോത്തിന്റെയും ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ പരമാണുവിലേക്ക് വന്നു കഴിഞ്ഞാൽ ആറ്റത്തിലേക്ക് വന്ന ഒക്കെ ഒന്ന് തന്നെയാണ് എല്ലാത്തിന്റെയും. അല്ലെങ്കിൽ പരമാണുവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എല്ലാം ഒന്ന് തന്നെ. അതിന്റെ റേഷ്യോ ഒന്ന് മാറുമ്പോൾ വസ്തുക്കൾ മാറുന്നു. ഇതന്നെയാണ് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞത്, പഞ്ചഭൂതാത്മകമാണ് ഈ ശരീരം എന്ന്. ലോകം മുഴുവൻ പഞ്ചഭൂതാത്മകമാണ്. അതുകൊണ്ട് പ്രപഞ്ചം എന്ന് പറയുന്നത് പ്രകർഷണ പഞ്ചീകരണത്തിലൂടെ ഉണ്ടായതാണ്. പഞ്ചഭൂതങ്ങളുടെ പഞ്ചീകരണത്തിലൂടെ ഉണ്ടായതാണ് ഈ പ്രപഞ്ചം. എല്ലാത്തിന്റെയും ഘടകങ്ങൾ ഒന്ന് തന്നെയാണ്. വേറെ വേറെ ഇരിക്കണമെന്ന് നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ വേറെ വേറെ ഇരിക്കുന്നു, അതിൻ്റെ അത്ഭുതം. ഘടകം ഒന്നാണ്, വേറെ വേറെ ഇരിക്കുന്നു. ഇനി ആത്മചൈതന്യം ഒന്നേ ഉള്ളൂ, ആത്മാവ് ഒന്നേ ഉള്ളൂ. പക്ഷെ വേറെ വേറെ പ്രകാശിക്കുന്നു മാത്രമേ ഉള്ളൂ. ആ മാധ്യമങ്ങൾക്കനുസരിച്ച് വേറെ വേറെ ഓരോ ശരീരങ്ങളിലും വേറെ വേറെ അങ്ങനെ പ്രകാശിക്കുന്നു, ഓരോ വസ്തുക്കളിലും വേറെ വേറെ പ്രകാശിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പ്രകൃതി പുരുഷ വിവേകങ്ങൾ ഉണ്ടാവുമ്പോൾ എല്ലായിടത്തും ഒരേപോലെ വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഭഗവാനെ അനുഭവമായി തീരും. നമുക്കിപ്പോൾ എല്ലാത്തിനും ഒരേപോലെ വിളങ്ങുന്നു എന്നൊന്നും മനസ്സിലാവില്ല. ശരിക്കും എല്ലാത്തിനും ഒരേപോലെ വിളങ്ങുന്നുണ്ട് ഭഗവത് ചൈതന്യം. അതൊന്ന് ബോധ്യാവലാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞത്. ഇത് ചിലതൊക്കെ കൂടുതലായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്, ചിലതൊക്കെ ഇല്ല എന്ന് തന്നെ തോന്നുന്നു. പണ്ടെങ്കിലും വാദിക്കാനായിട്ട് ഒരാൾ ചോദിച്ചു, ചട്ടമ്പി സ്വാമികളോട്, ഒരു മതപുരോഹിതൻ വാദിക്കാൻ വേണ്ടി തർക്കിക്കാൻ വേണ്ടിയിട്ടാണ്. ഈശ്വരൻ എല്ലായിടത്തുണ്ടോ? എല്ലായിടത്തുണ്ടോ? ഇത് എങ്ങനെയല്ലേ നിങ്ങൾ അവിടെ തുപ്പുക? ഈശ്വരനടുത്ത് തുപ്പാവല്ലോ, ഇവിടെ തുപ്പും. ഇത് തുപ്പാറായി കഴിഞ്ഞാൽ ഒരു വര വരയ്ക്കും, ഒരു വര മുകളിൽ താഴത്തേക്ക് നടുക്കിൽ വേറൊരു വരയും വരയ്ക്കും, അവിടെ തുപ്പും, അവിടെ ഈശ്വരൻ ഇല്ലാവും. ഇത് പറഞ്ഞാൽ ഇയാളല്ല, അപ്പോൾ ആളോട് ഇങ്ങനെ പറഞ്ഞാൽ ആരും ഉണ്ടാതിരിക്കുള്ളൂ, അതിനു വേണ്ടിയിട്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ. എല്ലായിടത്തും ഭഗവാനുണ്ട്, പക്ഷെ തർക്കിക്കാൻ വേണ്ടി വന്നപ്പോൾ തർക്കിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം മറുപടി പറഞ്ഞു. അല്ലാതെ അദ്ദേഹത്തിന് ഇപ്പൊ അവിടെ ഭഗവാൻ ഇല്ലാന്ന് വിചാരണ്ടായിട്ടല്ല, എല്ലായിടത്തും ഭഗവത് ചൈതന്യം ഉണ്ട്. അപ്പൊ ഇത് വിവേകത്തോട് കൂടിയിട്ട്, കുറച്ച് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് തന്നെ വിവേകത്തോട് കൂടിയിട്ട് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ അനുഭവിക്കണം. എന്നാലും ഇന്നും ഒക്കെ ആവർത്തിച്ച് പറയുന്നതാണ്, എല്ലായിടത്തും ഭഗവാനെ കാണാറാവണം, എല്ലായ്പ്പോഴും ഭഗവാനെ കാണാറാവണം. അതിനാണ് ഈ അനുഷ്ഠാനങ്ങളൊക്കെ. രണ്ട് ആസക്തികളാണ് എപ്പോഴും നമ്മളെ തേടി വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് കനകം മൂലം, കാമിനി മൂലം. ഇന്നലെ തന്നെ പറഞ്ഞത് കലഹം എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? കലത്തെ ഹനിക്കുന്നതാണ് കലഹം. കലഹം എന്ന് പറഞ്ഞാൽ ജ്ഞാനം, സമാധാനം അതിനെയൊക്കെ നശിപ്പിക്കുന്നതാണ് കലഹം. അത് രണ്ട് കാര്യം കൊണ്ടാണ് പ്രധാനമായിട്ട് ഉണ്ടാവുക, കനകം മൂലവും കാമിനി മൂലവും. വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാം, കനകം മൂലം ഉള്ള ആസക്തികളെ തരണം ചെയ്യുന്നതായിട്ടുള്ള ഭിക്ഷു, അദ്ദേഹം പാടിയ ഭിക്ഷു ഗീത. കാമിനി മൂലമുണ്ടായ ആസക്തിയെ തരണം ചെയ്തതായിട്ടുള്ള അയലൻ അഥവാ ഗുരുരവസ്, അദ്ദേഹം വിരക്തി വന്ന് പാടിയ അയള ഗീതം. ഇത് വേണമെങ്കിൽ അങ്ങനെ ആ രീതിയിൽ നമുക്ക് കാണാം. നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാവും, ഓരോ കഥയ്ക്കും ഓരോ ശ്ലോകത്തിനും സ്വതന്ത്രമായ നിലനിൽപ്പൊക്കെ ഉണ്ട്. നമുക്ക് ആകെ കുറച്ച് സമയങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനനുസരിച്ച് പറയാനായിട്ട് ഒരു എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ പറയുന്നത് മാത്രമേ ഉള്ളൂ. അവന്തിയിലെ ഭിക്ഷു
അവന്തിയിലെ ദ്വിജൻ, ആ ദ്വിജൻ വലിയ പണക്കാരനായിരുന്നു. മാത്രമല്ല പണത്തിനോട് എന്തെങ്കിലാത്ത ആസക്തി ഉണ്ടായിരുന്നു. പണം ഒരു 2 രൂപ കിട്ടാൻ വേണ്ടി എന്ത് പണിയെടുക്കും. അല്ലെങ്കിൽ കാകിനികം എന്ന് പറഞ്ഞിട്ട് കബഡി നിസ്സാര പൈസയാണ്, അതിനുവേണ്ടി എന്ത് പണിയെടുക്കും. അങ്ങനെ പണം ഉണ്ടാക്കാൻ വേണ്ടി എന്തു ചെയ്യും. അങ്ങനെ പണം ഉണ്ടാക്കി വലിയ പണക്കാരനായി. എന്നിട്ടോ ഒറ്റ പൈസ ആർക്കും കൊടുക്കില്ല, ഭാര്യയ്ക്ക് കൊടുക്കില്ല, കുട്ടികൾക്ക് കൊടുക്കില്ല, സ്വന്തം ആവശ്യത്തിന് ചെലവാക്കില്ല. ഇങ്ങനെ അദ്ദേഹം അതും കെട്ടിപ്പിടിച്ചിരുന്നു. പല വഴിക്ക് ധനം നഷ്ടപ്പെട്ടു പോയി. ഭാര്യ കുട്ടികളടക്കം അദ്ദേഹത്തിന് ചിലപ്പോൾ അദ്ദേഹത്തിനെ അല്ലെങ്കിൽ കള്ളന്മാർക്ക് വാതിൽ തുറന്നിട്ടുണ്ടാവും. ഞങ്ങൾക്ക് എന്തെങ്കിലും കമ്മീഷൻ തന്നാൽ മതി എന്നുള്ള ഭാവത്തിൽ കാരണം അവർക്കൊന്നും കൊടുക്കില്ല. അദ്ദേഹം അതിനേക്കാളും വലിയ കള്ളന്മാരുടെ കയ്യിൽ നിന്ന് വാങ്ങല്ലേ, കമ്മീഷൻ വാങ്ങാൻ നല്ലത് തോന്നി അവർക്ക്. എന്തായാലും നാനാ വഴിക്ക് ധനം നഷ്ടപ്പെട്ടു പോയി. വീട്ടുകാരും നാട്ടുകാരും അദ്ദേഹത്തിനെ അടിച്ചു ഓടിച്ചു. കുറെ കണ്ണുനീര് ഒഴുകിയപ്പോൾ, കുറെ കരഞ്ഞപ്പോൾ, കുറെ കഷ്ടപ്പെട്ടപ്പോൾ അപാരമായ ഒന്നുണ്ടായി, മഹത്തായ ഒന്നുണ്ടായി. മുമ്പ് പറഞ്ഞതാണ് എന്താണ് മഹത്തായ ഒന്നുണ്ടായി. എന്തുണ്ടായി? മഹത്തായ നിർവേദം ഉണ്ടായി. നിർവേദ സുമഹാൻ അഭൂൽ, സുമഹാൻ നിർവേദ അഭൂൽ. മഹത്തായ നിർവേദം ഉണ്ടായി. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാത്രം ഉണ്ടാകുന്ന വിരക്തി നിർവേദം ഉണ്ടായി. അദ്ദേഹത്തിന് സ്വയം ബോധ്യം വന്നു, എനിക്കിപ്പോ ഭഗവാന്റെ കാരുണ്യം ഉണ്ടെന്ന്. ആലോചിച്ച് നോക്കുക, ആ ഘട്ടം വലിയ പണക്കാരനായി ജീവിച്ചു, ഭാര്യയും കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുന്നു. അതിൻ്റെ ഇടയിൽ പണത്തിനോടുള്ള ആസക്തി കാരണം എല്ലാം നഷ്ടപ്പെട്ടു. നാട്ടുകാരും വീട്ടുകാരൊക്കെ അടിച്ചൊടിച്ചു. കുറെ കഷ്ടപ്പെട്ട് അലഞ്ഞു തിരിച്ച് നടക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ഇപ്പൊ എനിക്ക് ഭഗവാന്റെ കാരുണ്യം ഉണ്ടെന്ന്. എന്താ കാരണം? എനിക്കിപ്പോ വിചാരം ചെയ്യാനുള്ള കഴിവുണ്ട്. ഈ വിചാരം കൊണ്ട് എല്ലാ വികാരങ്ങളെയും, എല്ലാ ഹൃദയത്തിലെ മാലിന്യങ്ങളെ നശിപ്പിക്കാൻ കഴിയും. അപ്പൊ ആനന്ദനുഭവിക്കാൻ കഴിയും. പണം എന്ന് പറഞ്ഞാൽ 15 തരത്തിലുള്ള അനർത്ഥങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പണത്തിന്റെ ഒരു പേരാണ് അർത്ഥം എന്ന്. ആരാ പേരിട്ട ഉണ്ടാക്കുന്ന മുഴുവൻ അനർത്ഥങ്ങള് പേരർത്ഥം എന്ന്. ജനഠക്കുന്നു സാധയെ. കുറെ പ്രായമായിട്ട് ആൾക്ക് പണം കൊണ്ട് എന്ത് കാര്യം ഉണ്ടാന്ന് ചോദിക്കുന്നു അദ്ദേഹം. പ്രത്യേകിച്ചും പണത്തിനോട് എന്ത് കാര്യമുണ്ട്, പണം തരുന്നവരോട് എന്ത് കാര്യമുണ്ട്, ധനം കൊണ്ട് എന്ത് കാര്യമുണ്ട്, ധനധനെ കൊണ്ട് എന്ത് കാര്യമുണ്ട്, ഇഷ്ടപ്പെട്ട പദാർത്ഥങ്ങൾ കാമങ്ങളെ കൊണ്ട് എന്ത് കാര്യമുണ്ട്, കാമധനെ കൊണ്ട് എന്ത് കാര്യമുണ്ട്. നമുക്ക് ഇന്ന് ധനത്തിനോട് ബഹുമാനുണ്ട്, ധനം തരുന്നവരോട് ബഹുമാനുണ്ട്. ഇഷ്ടപ്പെട്ട പദാർത്ഥങ്ങളോടും ബഹുമാനുണ്ട്, അത് തരുന്നവരോട് ബഹുമാനുണ്ട്. എത്ര കാലം? മരണം ഉറപ്പാവുന്നതല്ലേ. മൃത്യുനാ ഗ്രസ്യമാനസ്യ കാമയർവ കാമദൈവത. മരണം നമ്മളെ പിടിച്ചു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ ഇതുകൊണ്ട് എന്ത് കാര്യമുണ്ട്? കുറെ പ്രത്യേകിച്ചും ജനഠക്കുന്നു സാധനം കുറെ പ്രായമായി ഒന്നിനും കൊള്ളാത്തൊരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പണം കയ്യിലുണ്ടെങ്കിൽ പേടിക്കണം. വെള്ളം കുടിച്ചുകൊണ്ടു ആൾക്കാര് ഒപ്പിടിക്കാനായിട്ട് എന്നൊക്കെയുള്ള ഭാവത്തിൽ അദ്ദേഹം ചിന്തിച്ചു. അപ്പൊ അദ്ദേഹത്തിന് നല്ല സ്വസ്ഥതയായി. അപ്പോഴേക്ക് സാമൂഹ്യ വിരുദ്ധമായിട്ട് അവിടെ കുട്ടികൾ വന്ന് അദ്ദേഹത്തിനെ കണക്കിന് ശിക്ഷിച്ചു, ഉപദ്രവിച്ചു. എന്തൊക്കെയോ ഉപദ്രവിച്ചെന്നറിയില്ല. മൂത്രയിച്ച പാവിഷ്ഠാഷ്ടീവന്യസ്യ മൂർധനി തലയോടെ മലമൂത്ര വിസർജനം നടത്തിയത്. കയറുകൊണ്ട് കെട്ടിയിടലും വഴികൊണ്ട് അടിക്കലും കളനാണ് ഇവിടേക്ക് അടിക്കാതെ പറഞ്ഞുകൊണ്ടാണ് കാണത്തിന് ഉപദ്രവിച്ചു. പക്ഷെ അദ്ദേഹം കുട്ടിക്കളി പോലെ അത് നോക്കിക്കണ്ടു. പക്ഷെ കുട്ടികൾ അവരുടെ വഴിക്ക് പോയി. അപ്പൊ അദ്ദേഹം പാടുന്നൊരു പാട്ടാണ് ഭിക്ഷു ഗീത. എന്താ അതിന്റെ സാരം എന്ന് പറഞ്ഞാൽ, എന്റെ ദുഃഖത്തിനും സുഖത്തിനും കാരണം മന പരം കാരണമാമനന്തി സംസാരചക്രം പരിവർത്തയേദ്യ. മനസ്സാണ് എല്ലാത്തിനും കാരണം. നമ്മൾ മറ്റു പലതുമാണ് ദുഃഖത്തിന് കാരണം, എന്റെ പ്രശ്നങ്ങൾക്ക് കാരണം മറ്റു പലരെയും ചൂണ്ടിക്കാണിക്കാറുണ്ട്. എന്തൊക്കെയാ അതൊക്കെ? ഗ്രഹപ്പിഴയാണ്, കാലക്കേടാണ്, ദൈവകോപ്പാണ്, അങ്ങനെ പലതും, കർമ്മദോഷമാണ്, പിന്നെ പലതും പറയും. ഇതൊന്നുമല്ല എൻ്റെ ദുഃഖത്തിനും സുഖത്തിനും കാരണം എൻ്റെ മനസ്സാണ്. കർമ്മദോഷമാണെങ്കിൽ ജഡമായ കർമ്മത്തിന് ഗുണം തരാനോ ദോഷം തരാനോ കഴിയില്ല. മനസ്സുമായിട്ട് ബന്ധം വരുമ്പോഴാണ് ഗുണദോഷങ്ങൾക്കൊക്കെ കാരണമായി തീരുന്നുള്ളൂ. കാലക്കേടാണെങ്കിൽ എല്ലാവർക്കും കാലക്കേടല്ലേ, എല്ലാവർക്കും ഒരേ കാലല്ലേ. ചിലർക്ക് മാത്രം പ്രത്യേകിച്ച്, ചിലർക്ക് സുഖം പറ്റുമോ? ഇനി കർമ്മദോഷം കഴിഞ്ഞു, പിന്നെ കാലക്കേടും അല്ല. ഗ്രഹപ്പുഴയാണെങ്കിലും ഗൃഹസ്ഥൈവ വദന്തി പീഡ
എന്തെങ്കിലും പ്രശ്നമായിട്ട് ജ്യോത്സ്യന്മാരുടെ അടുത്ത് നിന്ന് അവർ പറയും ഒരാൾ അങ്ങോട്ട് നോക്കണ്ട ഇയാൾ എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങൾക്ക് തന്നെ പീഡ ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ കഴിഞ്ഞിട്ടല്ലേ നമ്മുടെ അടുത്ത് പിന്നെ ആലോചിക്കാം, അവരങ്ങോട്ടും കൂടി നോക്കിക്കോട്ടെ. അങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവുമോ? ജാതക അല്ലെങ്കിൽ ജാതക അനുസരിച്ച് ഗ്രഹപ്പഴ അനുസരിച്ചല്ലേ നമ്മൾ ഓരോന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണെങ്കിൽ ആ ജ്യോതിഷർക്ക് ശരിയല്ലേ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ശരിയാണെന്ന് വെക്കുക. എന്താണ് ഇതിനൊക്കെ അടിസ്ഥാനം? ജനിച്ച സമയം അനുസരിച്ചാണ് ഓരോരുത്തർക്കും ഓരോ അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു. ഞാൻ ജനിച്ചവനല്ല എന്ന് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ബാധിക്കും. ഞാനാരാ? ഞാൻ എൻ്റെ ശരീരം വീട് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടൊന്നുമില്ല, പിന്നെയും സൂക്ഷ്മ ശരീരം അടുത്ത ജന്മം സ്വീകരിക്കുന്നു. അങ്ങനെ മാറിക്കൊണ്ടിരിക്കല്ലേ. അങ്ങനെ കഴിഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞാൽ മനസ്സിലാവും ആ സൂക്ഷ്മ ശരീരത്തിലും ഞാൻ എന്നുള്ള ഭാവം ഇല്ലാതെയാക്കി കഴിഞ്ഞാൽ എല്ലാത്തിനും ആധാരമായിട്ടുള്ള ജന്മമില്ലാത്ത കർമ്മമില്ലാത്ത ആത്മസ്വരൂപനാണ് ഞാനെന്ന് ബോധ്യവും. എപ്പോഴും അങ്ങനെ തന്നെയാണ് ബോധ്യവുമെന്ന്. ഞാൻ ജന്മമില്ലാത്ത കർമ്മമില്ലാത്ത ആളാണെന്ന് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് കഴിയുമ്പോഴേ ഈശ്വര കോപമാണോ എന്നാണ്. അടുത്തതാണ് ഈശ്വരൻ കോപിച്ചതാണ്. ആകെ കൂടിയിട്ട് ഈശ്വരന്മാർക്ക് പറയാൻ പറ്റാത്തത് എന്താ? കോപിക്കല് മാത്രമേ പറ്റാത്തത്. എന്താ കാരണം? ഈ ദേവന്മാരെന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ അധിഷ്ഠാന ദേവതകളുണ്ട്. ഓരോ അവയവങ്ങൾക്കും ഇടത്തെ കൈയിനും വലത്തെ കൈയിനും അങ്ങനെ ഓരോ അവയവങ്ങൾക്കും ഉണ്ടാവും. ഇടത്തെ കാലിന് വലത്തെ കാലിന് കണ്ണിന് മൂക്കിന് ഒക്കെ ഓരോ ദേവതയുണ്ട്. ഇവരൊക്കെ കൂടിയാലാണ് ഞാനാവുന്നത്. അപ്പോൾ എൻ്റെ ഇടത്തെ കാല് വലത്തെ കാലിനെ ഉപദ്രവിക്കൂ. നടന്നു പോകുമ്പോൾ ഇടത്തെ കാലം അറിയാതെ വലത്തെ കാലിന് തട്ടി, വലത്തെ കാലിന് ദേഷ്യം വന്ന് പുറത്തൊരു ചവിട്ടുന്നു. ഇതൊക്കെ നടക്കുന്നു. പിന്നെ എന്നിൽ നിന്ന് അന്യനായിട്ടൊരാള് എന്നെ ഉപദ്രവിക്കുന്നു എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഏതുപോലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആർത്തി പിടിച്ച് കഴിക്കുമ്പോഴാണ് പെട്ടെന്ന് ചിലപ്പോൾ സംഭവിക്കും പല്ലിൻ്റെ ഇടയില് നാവ് പെടും, നാവിന്റെ കഷ്ണം പ്ലേറ്റിലേക്ക് വീഴും. തദ്വേദനായാം തടമായ കുപ്പിയൽ. ഇതൊക്കെ അല്ലെ ഇങ്ങനെ ഭാഗവതമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഭക്തിയോട് കൂടി വായിക്കാറുണ്ടോ? ചില അർത്ഥം മനസ്സിലാക്കാതെ മതസ്ഥയൊക്കെ ഹൃദയപീഠ എന്ന് പറഞ്ഞ് വായിക്കും ഭക്തിയോട് കൂടിയിട്ട്. എന്താണ് പറയുന്നത്? എന്റെ പറ്റുകൊണ്ട് എന്റെ നാം മുറിച്ചിട്ട് ആ വേദനയ്ക്ക് ആരോട് ദേഷ്യപ്പെടണം? ഇതായി ശ്ലോകത്തിന്റെ അർത്ഥം. ആരോട് ദേഷ്യപ്പെടേണ്ടത്? മണ്ടയ്ക്ക് അടിക്കണോ? ആരോട് ദേഷ്യപ്പെട്ടത്? ആരോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമാണ്. ആ ദേഷ്യപ്പെട്ടത് മാത്രം മെച്ചം, അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ മാത്രം മെച്ചെന്ന്. പിന്നെ എന്ത് വേണം? മനസ്സിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിത്യസൗഖ്യത്തിലേക്ക് വരാം. മനസ്സിന് 3 നിറങ്ങളുണ്ട്. എന്തൊക്കെയാ നിറങ്ങൾ? വെളുപ്പ്, കറുപ്പ്, ചുവപ്പ്. ഇതാണ് മനസ്സിന്റെ നിറങ്ങൾ. വെളുപ്പ് സാത്വികമായ സത്വഗുണം, കറുപ്പ് തമോ ഗുണം, ചുവപ്പ് രജോ ഗുണം. ഇങ്ങനെയാണ് ഒരുവിധം ശാസ്ത്രങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. വ്യത്യസ്തമായിട്ട് ഞാൻ ഇവരെ കണ്ടത് ഒരു സ്ഥലത്ത് മാത്രമുള്ളത്. അതെവിടെയാ? ഹരിനാമ കീർത്തനത്തിലെ എഴുത്തച്ഛൻ്റെ അതിൽ മാത്രം പറഞ്ഞത് വലിയ പച്ച അറിയില്ലേ? എന്തായാലും അതിൽ പറഞ്ഞു അദ്ദേഹം പച്ച എന്ന് പറഞ്ഞാൽ തമോ ഗുണമാണ്, ചുവപ്പ് എന്ന് പറഞ്ഞാൽ രജോ ഗുണമാണ്, വെളുപ്പ് എന്ന് പറഞ്ഞാൽ സത്വഗുണമാണെന്ന്. അവ തമോ ഗുണം മാത്രം മാറ്റി അദ്ദേഹം. എല്ലാവരും പറഞ്ഞു തമോ ഗുണം എന്ന് പറഞ്ഞാൽ കറുപ്പാണെന്ന്. അദ്ദേഹം ഒന്ന് പച്ചയാണ്. പച്ചയാണ് തമോ ഗുണത്തിന്റെ പ്രതിനിധി എന്ന് പറഞ്ഞു. എന്താ അദ്ദേഹം പറയാൻ കാരണം? ഞാൻ ആലോചിച്ചപ്പോൾ അദ്ദേഹം മലപ്പുറം ജില്ലക്കാരനാണ്. അപ്പൊ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. മലപ്പുറം എല്ലായിടത്തും വർണ്ണ എന്താ ഹരിതമയമായി തീരുന്നുണ്ട് എല്ലാ നാടും. ഇപ്പോ അങ്ങനെയൊന്നുമില്ല, എല്ലായിടത്തും നല്ല തന്നെയാണ്. ധാരാളം പച്ചപ്പ് ഉണ്ടാവും, നല്ലതാണ്. മരങ്ങളൊക്കെ ഉണ്ടായിട്ട് പച്ചപ്പ് ഉണ്ടാവും, നല്ലതാണ്. അദ്ദേഹം മാത്രം അങ്ങനെ പറഞ്ഞു. പറഞ്ഞതിന്റെ അർത്ഥം സത്വരജസ്തമോ ഗുണങ്ങളുടെ ആ സ്വാധീനം കൊണ്ടാണ് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഓരോരുത്തരുടെയും പ്രവൃത്തികൾ വരുന്നത് സാത്വികമായിട്ടുള്ളത്, രാജസികമായിട്ടുള്ളത്, തമോഗുണപ്രധാനമായിട്ടുള്ളത്. അതിനനുസരിച്ച് കർമ്മഫലം ഉണ്ടാവുന്നു. പിന്നെ കർമ്മവാസനയ്ക്കനുസരിച്ച് ജന്മങ്ങള്. സംസാര ചക്രത്തെ തിരിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്? അപ്പോ മനസ്സാണ്. അതാണ് മനഃപരം കാരണമാമനന്തി.
മനസ്സിനെ നിയന്ത്രിക്കാനാണ് ഇവിടെയുള്ള സകല അനുഷ്ഠാനങ്ങളും. സപ്താഹം ആയിക്കോട്ടെ, വഴിപാടായിക്കോട്ടെ, പാൽപ്പായസ നിവേദിക്കലായിക്കോട്ടെ, നെയ്വിളക്ക് കത്തിക്കലായിക്കോട്ടെ, നെയ്യ് കൊണ്ട് സമർപ്പിക്കലായിക്കോട്ടെ, പുഷ്പം കൊണ്ട് സമർപ്പിക്കലായിട്ട്, എന്തിനാ അതൊക്കെ ആത്യന്തികമായിട്ട്? സർവേ മനോനിഗ്രഹ ലക്ഷണാന്താ, മനസ്സിനെ അടക്കാൻ വേണ്ടിയിട്ടാണ് പൂർവികരായിട്ടുള്ള ആചാര്യന്മാരൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത്. അല്ലാത്ത ഒരു കർമ്മമില്ല. മനസ്സ് നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതൊക്കെ വെറുതെ ആവും. മനസ്സ് നിയന്ത്രിതമായിട്ടുള്ള ഒരാൾക്ക് സകല ദേവന്മാരും ദാസ്യം ചെയ്യാനായിട്ട് മുമ്പിൽ ഓടി വരുന്നു എന്ന് പറഞ്ഞാൽ സകല കഴിവുകൾ നമുക്ക് ഉണ്ടാവുമെന്ന് അർത്ഥം. മനസ്സ് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ, മനസ്സ് നിയന്ത്രിക്കാൻ എന്താ വഴി? തമോ അഹം തരിഷ്യാമി ദുരന്തപാരം തമോ മുകുന്ദാംഘിഷേവയൈവ. ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ഭജിച്ചുകൊണ്ട് ഞാൻ മനസ്സിനെ നിയന്ത്രിക്കുന്ന അദ്ദേഹം പറഞ്ഞു. നിയന്ത്രിക്കുകയും ചെയ്തു, ഭഗവത്ഭക്തി പ്രാപിച്ചു. അടുത്തത് സ്ത്രീക്ക് പുരുഷനോട്, പുരുഷന് സ്ത്രീയോടുള്ള ആസക്തിയാണ്. ഉർവശി ഭാര്യയായിട്ട് വന്ന പുരൂരവസ് സുഖമായിട്ട് ജീവിച്ചു. കാലാവധി കഴിഞ്ഞപ്പോൾ, ശാപത്തിന്റെ കാലാവധി കഴിഞ്ഞപ്പോൾ ഉർവശി പോയി. ഞാൻ എന്റെ ഉർവശി ഉർവശി എന്ന് പറഞ്ഞ് കരഞ്ഞ് നടക്കാൻ തുടങ്ങി. യാതൊക്കെ ചെയ്ത അദ്ദേഹം ഉർവശിയുടെ ലോകത്ത് പോയി. ഇത്രയും പുണ്യം ക്ഷയിച്ചപ്പോൾ തിരിച്ചു തന്നു. വീണ്ടും എവിടെയൊക്കെയോ വെച്ച് ഉർവശി കണ്ട, പ്ലീസ് ഒന്ന് വരുമെന്ന് പറഞ്ഞു, എന്റെ കൂടെ വരുമെന്ന് പറഞ്ഞു. ഉർവശിയുടെ പിന്നാലെ നടന്നപ്പോ രണ്ടു വർത്തമാനം പറഞ്ഞു ഉർവശി. നാണെങ്കിലും കഴുതേ പോലെ പിന്നാലെ നടക്കാൻ ഏതൊക്കെയുള്ള കൂത്തുവാക്കുകൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തന്നെ അത് കുറുക്കിക്കൊണ്ടു. ഉർവശിയുടെ വാക്ക് പോലും അദ്ദേഹത്തിനെ ചിന്തിപ്പിച്ചു. കാരണം ഉർവശി എന്ന് പറഞ്ഞാൽ നരനാരായണ മഹർഷിമാരുടെ തുറയിലുണ്ടായതാണ്. അപ്പോൾ ഉർവശിയും സത്സംഗമാക്കി മാറ്റാം, ഉർവശിയെയും സത്സംഗമാക്കി മാറ്റാം. അതുണ്ടായത് ഉർവശിയുടെ വാക്കുകൾ അദ്ദേഹത്തിന് സത്സംഗമായി തീർന്നു. അതിനെ അദ്ദേഹം ശ്രമിച്ചു. ശരിയാണല്ലോ, മലമൂത്ര ഭണ്ഡാകാരമായിട്ടുള്ള ഈ ദേഹത്തിലാണല്ലോ ഞാൻ ലഭിച്ചിരുന്നത് ഇതുവരെ. കൃമികളെ പോലെ, മലത്തിലെ കൃമികൾ ലഭിക്കുന്ന പോലെയാണ് ഈ വൃത്തികെട്ട ശരീരത്തിൽ ഞാനും സുഖം ആണെന്ന് വിചാരിച്ചുകൊണ്ട് കഴിച്ചു കൂട്ടിയത്. ആലോചിച്ചപ്പോ ഉർവശിയുടെ നവദ്വാരങ്ങളിലൂടെ ഒക്കെ പുറത്തേക്ക് വരുന്നത് എന്താണോ? വൃത്തികെട്ടതാണ്. നല്ലതൊന്നുമില്ല. ഉള്ളിൽ പുറത്തേക്ക് തന്നെ നല്ലൊരു തൊലി കൊണ്ട് പൊതിഞ്ഞു വെച്ചിട്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിലും പല ഭാഗങ്ങളും വൃത്തികെട്ടതായതുകൊണ്ടാണ് നമ്മൾ വീണ്ടും പൊതിഞ്ഞ് നടക്കുക. നാട്ടുകാരെ കാണിക്കാന്ന് പറഞ്ഞാൽ കാണിച്ചു നടക്കും, അല്ലെങ്കിൽ പൊതിഞ്ഞു വയ്ക്കും. എന്നൊക്കെ വൃത്തികെട്ടതാണ് അദ്ദേഹത്തിന് തോന്നി. പക്ഷേ എന്നൊക്കെ പറഞ്ഞാലും എന്താ നമ്മളെ ആസക്തി ഉണ്ടാക്കിയത്? അത് ഈ വൃത്തികെട്ട പദാർത്ഥങ്ങളിലും ഒരു ചൈതന്യം ഉണ്ടായിരുന്നു. ആ ചൈതന്യമാണ് ഇതിനെയൊക്കെ ഭംഗിയുണ്ടെന്ന് തോന്നിച്ചത്. ആ ഭഗവാനെയല്ലേ ഭജിക്കേണ്ടത് ഈ പ്രകൃതി വിട്ടുകൊണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഈ പ്രകൃതി വിട്ട് ഭഗവാനിക്ക് തന്നെ അദ്ദേഹത്തിന് മനസ്സുറച്ചു കിട്ടി. പിന്നെ ആസക്തികളൊന്നും അദ്ദേഹത്തിന്റെ ഇടയൊന്നുമില്ല. ഭഗവാനെ ഭജിച്ച അദ്ദേഹം ഭഗവത്പദത്തെ പ്രാപിച്ചു. ഈ ആസക്തികളൊക്കെ അല്ലെങ്കിൽ നമ്മളൊക്കെ ഓരോ രീതിയിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ ഗുണങ്ങൾക്കനുസരിച്ചാണ്. തമോ ഗുണത്തെ രജോ ഗുണം കൊണ്ടും, രജോ ഗുണത്തെ സത്വഗുണം കൊണ്ടും, സത്വഗുണത്തെ സത്വഗുണം കൊണ്ടും ജയിച്ച് നിർഗുണാവസ്ഥയിലേക്ക് ഉയരാണ് വേണ്ടത്. ആസക്തികളെ തരണം ചെയ്യാനായിട്ട് എളുപ്പം നാശത്തെ കണ്ടുപഠിക്കുക. ഇതൊക്കെ നശിക്കുന്നതാണെന്നുള്ള തിരിച്ചറിവ്. അപ്പൊ പേടി വരും, അയ്യോ ഇതൊക്കെ നശിക്കരുത്. അപ്പൊ അത് നാശമല്ല. ഇത് ഓരോന്ന് ആത്യന്തികമായിട്ട് ലയിച്ച് ഭഗവാനിലാണ് ഇത് ആത്യന്തികമായിട്ട് എല്ലാം ലയിക്കുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ രഹസ്യം മനസ്സിലാവാൻ വേണ്ടിയിട്ട് സാഖ്യയോഗത്തെ വർണ്ണിക്കും. ഏറ്റവും എളുപ്പം ആസക്തികളെ തരണം ചെയ്യാനായിട്ട് ഭഗവാനെ പൂജിക്കലാണ്. ഭക്തിയോട് കൂടിയിട്ട് ഭഗവാന്റെ വിഗ്രഹങ്ങളെ ഭക്തിയോട് കൂടിയിട്ട് പൂജിക്കുക. ഈ മധുരമായ പൂജാവിധിയിലൂടെ നമുക്ക് പെട്ടെന്ന് ഉയർന്നു വരാനായി സാധിക്കും. ആ പൂജാവിധിയിലെല്ലാം ഈ ലോകത്തിലെ എന്തൊക്കെ ആസക്തികൾ നമ്മളെ പിടികൂടുന്നുവോ അതൊക്കെ ഇവിടെ പ്രസാദമായിട്ട് ഭഗവാൻ സമർപ്പിക്കുകയാണ്. നാവില് നല്ല ആസക്തി നമുക്കുണ്ടല്ലേ, അപ്പൊ അത് തീർക്കാനായിട്ട് എന്ത് ആവാം? ഏറ്റവും കൂടുതൽ നമുക്ക് താല്പര്യം എന്താണ്? ഏറ്റവും കൂടുതലുള്ള രോഗം എന്താണ്? നാവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും കൂടുതലുള്ള ആൾക്കാർക്കുള്ള രോഗം എന്താണ്? ഷുഗർ തന്നെ. അതന്നെ ഭഗവാൻ സമർപ്പിക്കുക. ഭഗവാൻ ഇഷ്ടപ്പെട്ടത് പഞ്ചാരയാണ്. ഭഗവാൻ സമർപ്പിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി മുതൽ ഭഗവാനെ സമർപ്പിച്ചാൽ നിങ്ങൾ എടുക്കണ്ടാവും. മറ്റത് അങ്ങനെയല്ല. ഗുരുവായൂരപ്പനെ നേരിച്ചതുകൊണ്ട് ഞാൻ കഴിക്കാന്ന് പറഞ്ഞിട്ട് അടിച്ചു കയറ്റാണേ. ഷുഗർ കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഭഗവാൻ സമർപ്പിക്കാൻ വേണ്ടത്.
ഒരു പ്രസിദ്ധമായ ക്ഷേത്രമുണ്ട്. യാഗഭൂമിയായിട്ടുള്ള പാഞ്ഞാട് ലക്ഷ്മിനാരായണ ക്ഷേത്രം. അവിടെ പായസം വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ വിശേഷമായിട്ട് നിവേദ്യം പാൽപ്പായസമാണ്. അത് നേദിക്കുമ്പോൾ പഞ്ചസാര ഇടാൻ പാടില്ല. എന്തുകൊണ്ട്? പഞ്ചസാര ആ സമയത്ത് വേദമന്ത്രങ്ങൾ ചൊല്ലിയാൽ മതി. അതാണ് അത്ര ഭഗവാൻ മധുരമായത്. ഈ പുറമേക്കുള്ള പഞ്ചസാര ഇടാൻ പാടില്ല അവിടെ. പിന്നെ എന്ത് ചെയ്യും അവർ? സാധാരണ ആ പായസമൊക്കെ നേദിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഒന്നാം തരം പാൽപ്പായസവും, പഞ്ചാരപ്പായസം എന്ന് പറയാൻ പറ്റില്ല, ഒന്നാം തരം പാൽപ്പായസവും. അത് നല്ല തിളച്ചായിട്ട് നല്ലോണം പാകമായിട്ട് ചൂടാറിണ്ടാവില്ല. അങ്ങനെ പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിലെന്ത് ചെയ്യും? പിന്നെ പഞ്ചസാര ഇടും. അതുകൊണ്ട് പുറത്തേക്ക് കൊടുക്കുന്നവർക്കൊക്കെ നല്ല വെള്ളത്തിൽ അതൊരു നല്ല പായസവും. ആൾക്കാർക്ക് കിട്ടും പഞ്ചാര ഉണ്ടാവും. പഞ്ചാര ഇല്ലാതെ കൊട്ടാൽ മതിയായിരുന്നു. ഷുഗറും വലിയ പ്രശ്നമൊന്നും തള്ളി വരുന്നില്ല. അങ്ങനെയൊക്കെ ചില ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള പദാർത്ഥങ്ങളൊക്കെ അപ്പോ അടയോ പാൽപ്പായസം ഇതൊക്കെ ഭഗവാൻ സമർപ്പിക്കുക. നൃത്തം ഭഗവാൻ സമർപ്പിക്കുക, പാട്ട് ഭഗവാൻ സമർപ്പിക്കുക, പൂജയുടെ ഭാഗമായിട്ട് നൃത്തം സമർപ്പിക്കാമി, ഗീതം സമർപ്പിക്കാമി, അപ്പം ഭഗവാൻ സമർപ്പിക്കുക. നമുക്ക് ഇഷ്ടമുള്ളത് അത് ഭഗവാൻ സമർപ്പണമാക്കി മാറ്റുമ്പോൾ ആസക്തികളൊക്കെ നമ്മളെ വിട്ടുപിരിഞ്ഞു പോകുന്നത് മനസ്സിലാവും. ഈ പുറമേക്കുള്ള പായസവും ഒന്നല്ല മധുരം, അതിനേക്കാളും മധുരമായത് ഭഗവാന്റെ അവസാനം. ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെയാണ് കീർത്തനങ്ങളിലൂടെ ഭഗവാൻ ഉപാസിക്കുക, ഭഗവത് കഥകള് ഭഗവാന്റെ മുമ്പിൽ പറയുക, കേൾക്കുക, നാമസങ്കീർത്തനം ചെയ്യുക. അതിലേക്ക് രുചി വന്നാൽ ബാക്കിയുള്ളതൊക്കെ നിസ്സാരമാണെന്ന് മനസ്സിലാവും. അപ്പൊ ഒരു പഞ്ചാരപ്പായസം വേണമെന്ന് തോന്നില്ല. ഭഗവാന്റെ തിരുനാമം തന്നെ പഞ്ചാരപ്പായസത്തിനേക്കാളും സ്വാദുള്ളതാണെന്ന് മനസ്സിലാവും. ഭഗവത് കഥാശ്രവണം തന്നെ അമൃതത്തിന് തുല്യമാണെന്ന് മനസ്സിലാവും. പിന്നെ ഭക്തിയോട് കൂടിയിട്ട് ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ഈ പാദങ്ങളെ മുറുക്കി പിടിച്ചുകൊണ്ട് വേറെ ശരണമിരിക്കില്ല, മരണവക്തത്തിൽ തന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. ബാക്കി എന്തും നമുക്ക് ഈ ലോകത്ത് നേടിയെടുക്കാം. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അതിന് ഭഗവാൻ തന്നെ രക്ഷിക്കണം. പിന്നെ ആരെയും വന്ദിക്കാനും പോകണ്ട, നിന്ദിക്കാനും പോകണ്ട. ലോകേ ചരതി സൂര്യവത്, സൂര്യനെ പോലെ എല്ലാത്തിനും സാക്ഷിഭാവത്തെ പ്രാപിക്കാൻ കഴിയണം. ഈ വന്ദിച്ചുകൂടെ? പരസ്വഭാവകർമാണി ന പ്രശംസയെന്ന ഗ്രഹയേ. നാട്ടുകാരുടെ കാര്യം മുഴുവൻ അങ്ങനെ ചിന്തിച്ച് നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? മറ്റുള്ളവരുടെ കാര്യമൊന്നും ആലോചിച്ച് നിർത്തൂ. നമുക്ക് ഉയരാനുള്ള വല്ല വഴി നോക്കൂ. സൂര്യനെ പോലെ എല്ലാത്തിനും സാക്ഷിഭാവത്തെ വർദ്ധിക്കൂ. അങ്ങനെ ക്രമേണ ഭാഗവധർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാൾക്ക് മരണം പോലും, ജനനം മരണം പോലും എന്നെ ബാധിക്കുന്നില്ല എന്ന് മനസ്സിലാവും. അഹങ്കാരസ്യ ദൃശ്യന്റെ ജന്മമൃത്യുഷ്ടെന്ന ആത്മന, ആത്മാവിനെ ഇതൊന്നും ബാധിക്കുന്നതല്ല എന്ന് ബോധ്യവും. എല്ലാ ശോകമുഖങ്ങളിൽ നിന്ന് അസ്തമിക്കും. ഒന്നുകൂടി ഭാഗവധർമ്മത്തെ അനുഷ്ഠിച്ചോളൂ. എന്താ ഭാഗവധർമ്മം? അവസാനം ഒന്നുകൂടി ഉപദേശിക്കുന്നുണ്ട് ഉദ്ധവന്. കുര്യാത് സർവാണി കർമാണി മദർത്ഥം ശനകൈസ്മരൻ. എന്താ അർത്ഥം? കുര്യാത് ചെയ്യൂ, സർവാണി കർമാണി എല്ലാ കർമ്മങ്ങളും, മദർത്ഥം ഭഗവാനായിക്കൊണ്ട് അർത്ഥം. പിന്നല്ലേ ആദ്യം പറഞ്ഞത് കായേന വാച മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഈ ഭാവൻ, ഈ ഇതുവരെയുള്ള ഉപദേശങ്ങളില് ഈ ഒരു ഭാവം ഇല്ലാത്ത ഒരു പ്രകരണമില്ല. എങ്ങനെയെങ്കിലും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടോ ഭഗവാൻ സമർപ്പിക്കുന്ന കാര്യം? ഇതാണ് ഭാഗവധർമ്മം. ഇത് എന്റെ ധർമ്മമാണെന്ന് ഭഗവാൻ പറയുന്നു. മമധർമാൻ സുമംഗളാൻ യാൻ ശ്രദ്ധയാചരൻ മർത്യോ മൃത്യും ജയതി ദുർജയം. എന്റെ ധർമ്മമായിട്ടുള്ള ഭാഗവധർമ്മത്തെ ആര് അനുഷ്ഠിക്കുന്നു അവര് ജയിക്കാൻ ബുദ്ധിമുട്ടുള്ള മരണത്തെ വളരെ എളുപ്പത്തിൽ ജയിക്കുന്നു. അമൃതത്വായ കൽപ്പതയെ അമൃതാവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. ഭക്തന്മാരുമായി കൂടിച്ചേർന്ന് നാമസങ്കീർത്തനാദികളിൽ ഏർപ്പെടുക, ഉത്സവാദികളിൽ പങ്കെടുക്കുക. നമുക്കാണെങ്കിൽ ഉത്സവം പൂരമാണെങ്കിൽ കഴിഞ്ഞിട്ട് കാശിക്ക് പോകാൻ പറ്റില്ല എന്നുള്ള മട്ടാണ്. തിരക്ക് കഴിഞ്ഞിട്ട് കാശിക്ക് പോകാൻ പറ്റില്ല. ഇവിടുത്തെ ഉത്സവം പൂരം കഴിഞ്ഞിട്ട് പിന്നെ ഒരു പണിയില്ല. നാളെ പ്രതിഷ്ഠാദിനായി 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ തുടങ്ങുക ഈ നാട് മുഴുവൻ കഷ്ടിച്ച് 24-ാം തീയതി മുതൽ തുടങ്ങുന്ന ഒരാഴ്ച പൂരം തന്നെ. അതിന് അടുത്ത പൂരം പിന്നെയും നിങ്ങളൊക്കെ ആണെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഉത്സവം കഴിഞ്ഞേ ഉള്ളൂ.
കഴിഞ്ഞ മാസം ഉത്സവം കഴിഞ്ഞ് വീണ്ടും പൂരായി. അവിടുത്തെ മാത്രമല്ല, അവിടുത്തെ പോലെ കഴിഞ്ഞ ഇവിടുത്തെ പോലെ, ഇവിടെ ഇവിടുത്തെ കഴിഞ്ഞ ഇങ്ങനെ എന്ന് പൂരം. മിക്കവാറും ആൾക്കാർ പൂരത്തിന്റെ പുറം മൂടിയില് ഭ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. മേളോ വേണ്ട, മേളം നല്ലത് തന്നെ, മേളമാവാം, മേളം കേൾക്കാം, ആസ്വദിക്കാം, എല്ലാം നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടെ ആറാട്ടുപുഴ പൂരത്തിന് ഒരു തറ കണ്ടിട്ടുണ്ടോ? എന്ത് തറയും? ഒരു സ്വാമിയാരുടെ തറ കണ്ടിട്ടുണ്ടോ? എന്താ അവിടെ? ഏത് സ്വാമിയാരുടെ? വില്ലുമംഗലം സ്വാമിയുടെ തറ കണ്ടിട്ടുണ്ടോ? എന്താ അവിടുത്തെ പ്രത്യേകത? അദ്ദേഹം പണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് അന്നൊരു ഒറ്റ ട്യൂബിലേക്ക് ഉണ്ടാവില്ല, വെളിച്ചുണ്ടാവില്ല, ഈ ബന്ധം മാത്രമേ കത്തിച്ചിട്ടുണ്ടാവുള്ളൂ. ആ കാലത്ത് നമുക്കൊന്ന് മാവൻ കൊണ്ട് നോക്കി നോക്കുക. അത്രയും വർഷങ്ങൾക്ക് മുമ്പ് കറണ്ട് ഇല്ലാത്ത കാലത്ത്, വൈദ്യുതി കണ്ടുപിടിക്കാത്ത കാലത്ത്, ഈ എണ്ണ വിളക്കും മാത്രമേ കഴിച്ചു കൂട്ടിയ കാലത്ത് അദ്ദേഹം പൂരം കാണാനായിട്ട് ആ തറയിൽ വന്നിരിക്കുകയാണ്. അപ്പോഴാണ് ആര് വരുന്നത്? തൃപ്പയാർ ദേവര് വരുന്നു. രണ്ട് ഭാഗത്തും ലക്ഷ്മി ദേവിയും ഭൂമി ദേവിയും ശാസ്താവും ഒക്കെയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം കിടന്നപ്പോഴേ അദ്ദേഹത്തിന് ഭഗവാൻ ദർശനം കൊടുത്തു. അത്ര എങ്ങനെയാ ദർശനം കൊടുത്തത്? അനന്തപത്മനാഭനായിട്ട് ഇങ്ങനെ കിടക്കുന്നതായിട്ട് ദർശനം കൊടുത്തത്. അപ്പൊ അങ്ങനെ ദർശനം കൊടുത്തത് അതിനെ കേട്ട് നമ്മളത് പോകുമ്പോ കാലത്ത്, വെളുപ്പാങ്കാലത്ത് അല്ലെങ്കിൽ രാത്രി മുഴുവൻ പൂരം കണ്ടിട്ട് ആയിക്കോട്ടെ, വെളുപ്പാങ്കാലത്ത് അവിടെ പോയിട്ട് ആൾക്കാർ പോവാറില്ലേ? പോവാറുണ്ട്, പ്രദക്ഷിണം വയ്ക്കാറുണ്ട്, പറഞ്ഞിറക്കാറുണ്ടാവും, ഒക്കെ ഉണ്ടാവും, വഴിപാട് സമർപ്പിക്കാറുണ്ടാവും. ഒന്ന് മാറി നിന്ന് ഒരു തവണ ആ പൂരത്തിന്റെ അവിടെ നിന്ന് നോക്കിയാൽ മതി. ഈ വില്ലുമംഗലം സ്വാമിയാര് കണ്ട ഒരു ഭാവന നമ്മുടെ മനസ്സിലായാൽ മതി. അതിനു വേണ്ടിയിട്ടൊക്കെ ഒരു പൂരത്തിന് പോയിട്ട് ആരെങ്കിലും ഇതുവരെ ഏതെങ്കിലും നാമം ജപിച്ചിട്ടുണ്ടാവോ? ഉണ്ടെങ്കിൽ നന്നായി. ഭഗവാന്റെ ആ പുരപ്പറമ്പിൽ പോയിട്ട് രാമ ഒരു തവണയെങ്കിലും, അല്ലെങ്കിൽ ഹരേ രാമ ഒരു തവണ ജപിച്ച് രക്ഷപ്പെട്ടനെ. പലപ്പോഴും അതിലേക്ക് ആ അവിടെ പോയി അതൊന്നും തോന്നില്ല. അതാണ് കുഴപ്പം. അങ്ങനെ ഉണ്ടെങ്കിൽ നന്നായി. ആ ഭാവന വന്നാൽ വില്ലുമംഗലം സ്വാമിയാര് പണ്ട കാഴ്ച നമ്മളും കാണുകയാണെങ്കിൽ, ഒന്ന് മനസ്സുകൊണ്ട് കാണുകയാണെങ്കിൽ തന്നെ നാമം വരും. അങ്ങനെ വേണം ഉത്സവാദികളിലൊക്കെ പങ്കെടുക്കാൻ. ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് നമ്മുടെ ഗ്രാമത്തിലേക്ക് ശ്രീകോവിലൊക്കെ വിട്ട് പുറത്തു വരികയാണ്. ആ ഭഗവാനെ എങ്ങനെയാണല്ലോ താന്ത്രിക വിധിപ്രകാരം ആവാഹിച്ചാണ് ഓരോ ആനപ്പുറത്തും തിടമ്പിലൊക്കെ ആവാഹിച്ചാണ് വെച്ചിരിക്കുന്നത്. ഓരോ നാടുകളിൽ നിന്നും ഓരോ അഗാധ ഉപാസനാ മൂർത്തികളെ എഴുന്നള്ളിച്ചു കൊണ്ടുവരികയാണ്. അത് കണ്ടറിഞ്ഞ് തൊഴാനും അല്ലെങ്കിൽ അത് കണ്ടറിഞ്ഞ ആ പൂരത്തിലും ഉത്സവത്തിലും പങ്കെടുക്കാനൊക്കെ കഴിയുകയാണെങ്കിൽ അന്ന് നമ്മുടെ മനസ്സിനെ എത്ര മാറ്റിമറിക്കും. അങ്ങനെ അതിലൊക്കെ പങ്കെടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്രമേണ ഇതൊക്കെ ശ്രദ്ധയും ഭക്തിയുള്ളവർക്ക് ഉപദേശിക്കൂ. എല്ലാ ഭേദബുദ്ധിയും ഇല്ലാതെയാവും. അക്രൂരെന്നോ ക്രൂരെന്നോ ഭേദബുദ്ധിയില്ലാതെ ബ്രാഹ്മണെന്നോ ഉൽക്കസെന്നോ ഭേദബുദ്ധിയില്ലാതെ എല്ലായിടത്തും ഭഗവത് അനുഭവം ഉണ്ടാവും. ഇനി എന്തെങ്കിലും അമലാവസ്ഥയിലേക്ക് എത്തിച്ചേരാനും കഴിയും. ഇനി എന്തെങ്കിലും പറഞ്ഞു തരേണ്ടതുണ്ടോ? ഇനി ബാക്കി ഒന്നും പറഞ്ഞു തരണ്ട. എത്ര നേരായിരുന്നു എനിക്ക് വേണ്ടി വേണ്ടതെല്ലാം ഉപദേശിച്ചത്. നമ്മളൊക്കെ അറിവുള്ളവരാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അടുത്ത് വന്ന് കുട്ടികളോ ആരെങ്കിലും അതൊരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയും. രണ്ടാമത് ചോദ്യം ചോദിച്ചാൽ അപ്പോഴും പറഞ്ഞത് വരും. മൂന്നാമത് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ശബ്ദം മാറും. പിന്നെയും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ വേറെ വഴി നോക്കാൻ പറയും, അല്ലേ? ഇത് 10, 27, 28 തവണയാണ് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അതിനൊക്കെ നല്ല ക്ഷമയോട് കൂടിയിട്ടാണ് ഗുരുനാഥനായിട്ടുള്ള ഗുരുവായൂരപ്പൻ തന്നെ ഒരു കൂട്ടുകാരനെ പോലെ മറുപടി പറഞ്ഞു തന്നത്. എന്താ ഇതിന് പകരം തരേണ്ടതെന്ന് അറിയില്ല, ഇനി ഒന്നും എനിക്ക് കേൾക്കേണ്ടതായിട്ടില്ല എന്ന് പറയാനായിട്ട് പുറപ്പെട്ടതാണ്. അപ്പോഴേക്കും കണ്ടായിട്ടറി കണ്ണു നിറഞ്ഞൊഴുകി തൊഴുതു പിടിച്ചുകൊണ്ട് ബദ്ധാഞ്ജലി പ്രീത്യ വരുദ്ധകണ്ഠോ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഭഗവാന്റെ പാദങ്ങളിലാണ് വീണ് നമസ്കരിച്ചുകൊണ്ട് ആ കണ്ണുനൊഴുകുന്ന കണ്ണുനീര് കൊണ്ട് ഭഗവാന്റെ പാദം കഴുകിച്ചുകൊണ്ട് എങ്ങനെയോ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് പറയുന്നു, വിദ്രാവിതോ മോഹമഹാന്ധകാര, എന്റെ ഹൃദയത്തിലെ മഹാന്ധകാരമൊക്കെ ഇല്ലാതെയായിരിക്കുന്നു, നീങ്ങിയിരിക്കുന്നു.
സ്വജനപക്ഷപാതം മുഴുവൻ മാറിയിരിക്കുന്നു. എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ ഒരേപോലെ എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചുകൊണ്ടിരിക്കുന്നു. ഗുരുനാഥന്റെ അപാരമായ കാരുണ്യം കൊണ്ട്, ഗുരുവായൂരപ്പന്റെ കാരുണ്യം കൊണ്ട്, അമൃതമൊഴികളെ കൊണ്ട് ഹൃദയത്തിലെ അജ്ഞാന അന്ധകാരം മുഴുവൻ നീങ്ങിയിരിക്കുന്നു. എന്നാ ഉദ്ധവം പൊക്കോട്ടോ, ഈ ആനന്ദമൂർത്തിയായിട്ടുള്ള ഭഗവാനെ അല്ലേ ഭജിക്കേണ്ടത് എന്നൊക്കെ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. ഇത്രയും ഭക്തന്മാർക്ക് അനുഭവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഭഗവാൻ അടുത്തിരിക്കുന്നതോ ഏത് വിഷയങ്ങളുടെ പിന്നാലെ പോകുന്നവർക്ക് അത്രയും നന്ദി കെട്ടവരാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ ശരി, ഉദ്ധവൻ എല്ലാം അറിഞ്ഞുവെങ്കിൽ, അറിയേണ്ടതൊക്കെ അറിഞ്ഞുവെങ്കിൽ ഉദ്ധവൻ പൊക്കോളൂ. യക്ഷോദ്ധവ മയാദിഷ്ടോപദരിയാഖ്യം മമ ആശ്രമം, എന്റെ ആശ്രമമായിട്ടുള്ള ബദ്രീനാഥിലേക്ക് പൊക്കോളൂ. ആ പരിശുദ്ധ ഭൂമിയിലേക്ക് ഉള്ള യാത്ര തന്നെ ഹൃദയസ്പർശിയാണ്. കളകാരത്തോടുകൂടി ഒഴുകി വരുന്ന അളകനന്ദാദിയെ കണ്ടാൽ മതി, പാവം നശിക്കും. പിന്നെ അവിടെ എത്തി കിട്ടിയ ഭക്ഷണം കഴിച്ച്, കിട്ടിയ വസ്ത്രം ധരിച്ച്, എനിക്ക് പറ്റുന്ന വസ്ത്രം ധരിച്ച്, അവിടെ പറ്റുന്ന രീതിയിൽ ഉപാസിച്ച് എന്റെ അടുത്തേക്ക് എത്തിച്ചേരും. ശരീരം ഉള്ളിടത്തോളം കാലം, ആ ബന്ധനം ഉള്ളിടത്തോളം കാലം, എത്രയൊക്കെ ഹൃദയത്തിൽ അജ്ഞാനാന്ധകാരം നശിച്ചു എന്ന് പറഞ്ഞാലും ചെറുതായിട്ട് അവിടെ നിൽക്കും. അതുകൂടി പിടിഞ്ഞുകൊണ്ട് ഒന്നായ അവസ്ഥയിലേക്ക് എത്തിച്ചേരൂ എന്നുള്ള രീതിയിൽ ഉദ്ധവനെ യാത്രയാക്കുന്നു. അവസാനമായിട്ട് ഒന്നുകൂടി നമസ്കരിക്കട്ടെ. നമോസ്തുതേ മഹായോഗിൻ പ്രപന്നമനുഷാധിമാം യഥാ ത്വച്ചരണാം ഭോജേ അനപായിനി. യോഗീശ്വരനായ ഭഗവാനെ അങ്ങയുടെ പാദങ്ങളിൽ ഒന്നുകൂടി നമസ്കരിക്കട്ടെ. എന്റെ മനസ്സ് ഗംഗാപ്രവാഹം പോലെ ഭഗവാന്റെ പാദങ്ങളിൽ ഒഴുകണം. ആ ഭഗവാനിലെ പരമപ്രേമം എനിക്കുണ്ടാവണേ. ഈ രംഗം വിട്ടുപോയാലും ഭഗവാനെ മറക്കാനിടവരുന്നതേ. മനസ്സ് ഗംഗാപ്രവാഹം പോലെ ഭഗവാനിലേക്ക് ഒഴുകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനപായിനി എന്നാണ് പ്രാർത്ഥിക്കുന്നത്. എവിടുന്ന് കിട്ടിയ ഉദ്ധവന് ഈ പ്രാർത്ഥന? വീണ്ടും വീണ്ടും നമസ്കരിച്ച് പോകുന്നുണ്ട്, വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. പോകാൻ കഴിയാതിരിക്കുന്ന ഈ ഉദ്ധവൻ 115 കൊല്ലമാണ് നിഴല് പോലെ കൃഷ്ണന്റെ പിന്നാലെ നടന്നത്. മധുരയിൽ വന്ന അന്ന് മുതൽ ഏകദേശം 115 കൊല്ലം. എന്നാൽ കേവലം 8 or 10 കൊല്ലം മാത്രം ഭഗവാനെ സ്വന്തമായി കിട്ടിയവരാണ് വൃന്ദാവനവാസികള്. ആ വൃന്ദാവനത്തിലേക്ക് ഒരിക്കലും ഉദ്ധവം പോകുണ്ടായി. അവിടെ എപ്പോഴേ ഉദ്ധവനെ സ്വീകരിക്കുന്ന അച്ഛനും അമ്മയും നന്ദഗോപര് അന്ന് പറഞ്ഞു, കണ്ണടയ്ക്കുന്നതിന് മുമ്പ് കണ്ണനെ ഒന്ന് കാണണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ. യശോദാമ്മ എന്തൊക്കെയോ കൃഷ്ണനെ കുറിച്ച് പറയാനായിട്ട് ഓടി വന്നു. എന്ത് കണ്ടാലും കൃഷ്ണനെ ഓർമ്മ വരുന്ന അമ്മയാണ്. യശോദാവർണ്യമാനാനി കൃഷ്ണസ്യ ചരിതാനി ച ശൃണ്വന്യശ്രൂണ്യവാസ്ത്രാക്ഷിയിൽ പ്രേമ സ്നേഹസ്മൃതവയോധര. ഒരക്ഷരം മിണ്ടിയില്ല അമ്മ, പക്ഷെ പലതും പറഞ്ഞു അമ്മ. അമ്മയുടെ കണ്ണിലൂടെ ഒഴുകുന്ന ഓരോ തുള്ളി കണ്ണുനീരും, സ്ഥലങ്ങളിലൂടെ ഒഴുകുന്ന ഓരോ തുള്ളി പാലും ഓരോ കഥ പറഞ്ഞു. കൃഷ്ണന്റെ ഓർമ്മ വരുന്ന കഥ. തേങ്ങിക്കറിഞ്ഞുകൊണ്ടിരിക്കുന്ന യശോദ ഒന്നും ഇണ്ടാൻ കഴിയാത്ത അമ്മ അതിനെ സമാധാനിപ്പിച്ചു. അവരിവിടെ വർത്തമാനം പറഞ്ഞു. പിന്നെ ഗോപിമാരുടെ അടുത്തേക്ക് ഇറങ്ങി ചെന്നപ്പോഴാണ് അവര് പൊട്ടി തെറിച്ചത് ആദ്യം. പിന്നെ വിളിച്ചു കൊണ്ടുപോയി വൃന്ദാവനത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും കാണിച്ചു കൊടുത്തു. ഞങ്ങളെയൊക്കെ കൃഷ്ണൻ മറന്നുപോലെ എന്നൊക്കെ ആദ്യം പറഞ്ഞു. എങ്കിലും വൃന്ദാവനത്തിന്റെ മാധുര്യം എങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുത്തു. ഞങ്ങളെയൊക്കെ പലപ്പോഴും കൃഷ്ണൻ ഞങ്ങളെ കുറിച്ച് പറയാറുണ്ടോ? ഞങ്ങളെ കൃഷ്ണൻ ഓർമ്മിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് ഇപ്പോ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉദ്ധവന്റെ കയ്യിൽ വല്ല മരുന്നുണ്ടോ എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. എന്തിനാ മരുന്ന്? കൃഷ്ണനെ മറക്കാൻ വല്ല മരുന്നുണ്ടോ? കഥം തം വിസ്മരാമഹേ, എങ്ങനെ ഞങ്ങൾ മറക്കുന്നു ദൈവമേ. എങ്ങനെയാ ഞങ്ങൾ ഭഗവാനെ മറക്കേണ്ടത്? ആ പിങ്കളാന്നവരായ സ്ത്രീ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താ അത്? ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം. അത് ശരിയാണെന്ന് ഇപ്പൊ മനസ്സിലായി. തഥാപ്യാശ ദുരത്തെയ, ഞങ്ങൾക്കുള്ള ആശയാണ് ദുഃഖത്തിന് കാരണം. എന്തിനുള്ള ആശ? കൃഷ്ണനെ കിട്ടണമെന്നുള്ള ആശയാണ് ഞങ്ങളുടെ ദുഃഖത്തിന് കാരണം. പക്ഷെ ഞങ്ങളുടെ ഈ ആശ ഞങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. ഞങ്ങളുടെ മനസ്സ് കൃഷ്ണനിൽ ഉറച്ചിരിക്കുന്നു. വാളുകൊണ്ട് പോലും മുറിക്കാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങളുടെ മനസ്സ് കൃഷ്ണനിൽ ഉറച്ചിരിക്കുന്നു. എങ്ങനെ ഞങ്ങൾ മറക്കുന്നു ദൈവമേ? എങ്ങനെയാ ഞങ്ങൾ കൃഷ്ണനെ മറക്കേണ്ടത്? കഴിയുന്നില്ല. കൃഷ്ണനെ സ്മരിക്കുമ്പോഴേക്കും ഞങ്ങളുടെ ഹൃദയം പിളരാണ്. എങ്ങനെയാ ഞങ്ങൾ സഹിക്കേണ്ടത്? അറിയില്ല. ഈ ദുഃഖാർണവത്തില് പതിച്ച് മുങ്ങിത്താഴുന്ന ഞങ്ങളെ രക്ഷിക്കാനായിട്ട് ഓടി വരണേ എന്ന് കരയുന്ന ഗോപിമാരും വൃന്ദാവനവാസികളൊക്കെ കണ്ട്
അവരുടെ ഭക്തി കണ്ട് ഇതുപോലൊരു ഭക്തി കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഞാൻ ഇവരെ നമസ്കരിക്കട്ടെ, ഗോപികാഭ്യോ നമസ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമസ്കരിക്കാൻ പുറപ്പെട്ടപ്പോഴാണ് അയ്യോ ഇതിനുള്ള യോഗ്യത ഇരിക്കില്ല, ഈ വൃന്ദാവനത്തെ നമസ്കരിക്കാം. വൃന്ദാവനിലെ ഓരോ മണൽത്തരികളുടെയും പ്രത്യേകത എന്താണ്? ഇതിലൂടെയൊക്കെ ഗോപിമാരും നടന്നിട്ടുണ്ട്, അവരുടെ പാദ തട്ടിയിട്ടുണ്ട്, അവരുടെ പാദരേണുകളാണ് ഈ വൃന്ദാവനത്തിലെ ഓരോ മണൽത്തരികളും. അതിൽ ഒരു മണൽത്തരി മതി നമുക്ക് ശ്രേയസ് ഉണ്ടാവാൻ. എന്താ അതിന്റെ പ്രത്യേകത? ഗോപിമാരുടെ കണ്ഠങ്ങളിലൂടെ നിരന്തരമായിട്ട് ഒഴുകി വരുന്നത് എന്താ? ഗോവിന്ദ ദാമോദര മാധവ എന്ന് ഭഗവത് വിരഹത്തിൽ നേറിക്കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭഗവാന്റെ മഹിമങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന ഗോപിമാരുടെ പാദത്തിൽ തട്ടിയ ഒരു മണൽത്തരി മതി. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീഷ്ണശ യാസാം ഹരികഥോദ്ഗീതം പുനാതിഭുവനത്രയം എന്ന് നമസ്കരിക്കുന്നു ആ വൃന്ദാവനത്തിലെ മണലിലെ ഉരുണ്ടുകൊണ്ട് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി. അതൊക്കെ കഴിഞ്ഞ് യാത്ര പറഞ്ഞിട്ട് പോരാൻ ഭാവിക്കുമ്പോഴാണ് വൃന്ദാവനം പിന്നാലെ വന്നു അത്ര ഉദ്ധവന്റെ. സകല അനവധി തേരുകള് അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഉദ്ധവന്റെ കൂടെ പോവാനായിട്ട്. അതിലൊക്കെ സമ്മാനങ്ങൾ നിറച്ചിട്ടുണ്ട്. കുട്ടികളൊക്കെ വന്ന് ഇത് കൃഷ്ണന് കൊടുക്കണം, ഞാൻ തന്നു പറയണ്ട, കൃഷ്ണൻ അറിയാമത്, ഈ നമസ്കാരം അവിടെ എത്തിച്ചോളൂ എന്നൊക്കെയുള്ള രീതിയിലാണ് ചുറ്റും കൂടിയിരിക്കുന്നത്. കുട്ടികളെന്ന് ഭേദബുദ്ധിയില്ല. കുട്ടികളായിക്കോട്ടെ, വലിയവരായിക്കോട്ടെ, സ്ത്രീകളായിക്കോട്ടെ, പുരുഷന്മാരായിക്കോട്ടെ, എല്ലാവരെയും കണ്ണു നിറഞ്ഞു ഒഴുകുന്നു. എന്താ ഇവരെനിക്ക് അറിയാൻ കാരണം? താനിവിടെ വന്നിട്ട് 5-6 മാസമായി. ഇത് താൻ വന്നതുകൊണ്ടല്ല, താൻ കൃഷ്ണന്റെ പ്രതിനിധിയാണ്. തന്റെ ദേഹത്തിൽ കാണുന്ന കൃഷ്ണന്റെ പ്രസാദം കാണുമ്പോ കൃഷ്ണൻ ഒരു ദിവസം ഉടുത്തതായിട്ടുള്ള വസ്ത്രങ്ങളാണ് താനും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. താൻ കൃഷ്ണന്റെ ആ കളഭമാണ് ചിലപ്പോൾ നെറ്റിയിൽ കുറിയിടുന്നത്, ആ ഗുരുവായൂരപ്പന്റെ കളഭമാണ് നെറ്റിയിൽ കുറിയിടുന്നത്. ഇത് കാണുമ്പോൾ അവർക്ക് കൃഷ്ണനെ ഓർമ്മ വരികയാണ്. എന്ന് മാത്രമല്ല, തന്നെ വിട്ടുപിരിയാൻ തന്നെ ഇവർക്ക് വിഷമം. കണ്ണീർ വാർത്തുകൊണ്ട് നിൽക്കുന്ന വൃന്ദാവനവാസികള് അവരൊക്കെ കൂടിയിട്ട് അങ്ങനെ നമസ്കരിച്ചു ഉദ്ധവനെ. ഉദ്ധവനെ പോലുള്ള മഹാത്മാക്കളെ ഇനി എന്നാണ് കണ്ടുമുട്ടാൻ കഴിയാന്ന് അറിയില്ല. ഞങ്ങൾക്കൊരു പ്രാർത്ഥനയുണ്ട്. ഈ കർമ്മപ്രാരബ്ധങ്ങളിൽ വിട്ട് വട്ടത്തിരിക്കുന്നവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ പശു, ഞങ്ങളുടെ പാല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പാലും വെണ്ണയൊക്കെ വിറ്റ് ജീവിക്കുന്നവരാണ് ഞങ്ങള്. തിരക്കിന്റെ ഇടയില് ഭഗവാനെ മറക്കേണ്ടി വരരുതേ. എത്തിയെന്ന കൃഷ്ണ ഈശ്വരേ എന്ന് അന്ന് ഗോപിമാര് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവരും കണ്ണീര് വാർത്തുകൊണ്ടാണ്. എങ്ങനെയാ അവിടുന്ന് ഉദ്ധവൻ അന്ന് പോകുന്നതെന്ന് അറിയില്ല. പണ്ടൊക്കെ ആ രാമചന്ദ്ര സ്വാമികളുടെ അടുത്തേക്ക് യാത്ര പറഞ്ഞു വിടാനായിട്ട് ആ ചോകവനികയില് ഒരു സീതാദേവി ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ വൃന്ദാവനത്തിൽ നിന്ന് കോടിക്കണക്കിന് സീതാദേവിമാരാണ് തന്നെ യാത്രയാക്കാനായിട്ട് അന്നുണ്ടായിരുന്നത്. അന്നത്തെ ആ വൃന്ദാവനത്തിന്റെ ഹൃദയം ഇപ്പോൾ ഉദ്ധവന് ഓർമ്മ വന്നു. ആ രതിർന്ന കൃഷ്ണ ഈശ്വരേ എന്നുള്ള പ്രാർത്ഥന കണ്ടെടുത്തുകൊണ്ട് അനപായിനി നമോസ്തുതേ മഹായോഗിൻ പ്രപന്നമനുഷാധിമാം യഥാ ത്വച്ചരണഹം ഭോജേ അനപായിനി എന്ന് വീട് നമസ്കരിക്കുന്നു. നമുക്കും യജ്ഞത്തിന്റെ സമാപന വേളയില് ഭഗവാൻ ഭാഗവത സ്വരൂപനായിട്ട് നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും സപ്താഹ യജ്ഞത്തിലൂടെ ഉപാസിക്കുമുള്ള അനുഭവം ഇവിടുന്ന് എണീറ്റ് പോയാൽ ഉണ്ടാവില്ല. ഈ ഗുരുനാഥനെ വിട്ട് എണീറ്റ് പോകേണ്ട സമയമായി, ഇനി വീണ്ടും വിഷയങ്ങളിലേക്ക് പോകേണ്ട സമയമായി എന്നാലും ഒരിക്കലും മറക്കാതെ ഹൃദയത്തിൽ ഭഗവാനെ വാരിയെടുക്കാൻ സാധിക്കണേ. നമുക്ക് പ്രാർത്ഥിക്കാം. നമോസ്തുതേ മഹായോഗിൻ പ്രപന്ന മനുഷാധിമാം യഥാ ത്വച്ചരണാം ഭോജേ അനപായിനി. ഉദ്ധവൻ വീണ്ടും വീണ്ടും പ്രദക്ഷിണം ചെയ്യുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട്, പോകുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട്. അവസാനം ഉദ്ധവൻ എന്തെങ്കിലും ഒരു ആധാരമില്ലാതെ ഇവിടുന്ന് പോകില്ല എന്ന് മനസ്സിലായപ്പോഴാണ് തന്റെ ബദിയടി ഉദ്ധവന് കൊടുത്തത്. അതും പട്ടിൽ പൊതിഞ്ഞുകൊണ്ട് ഇനി വീണ്ടും നോക്കാതെ ഹൃദയത്തിൽ ഭഗവാനെ വാരിയെടുത്തുകൊണ്ട് യാത്രയായി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ക്രമത്തില് യമുനാതീരത്തെത്തി കഴിഞ്ഞപ്പോഴേക്കും ഭക്തന്മാരെ വിതുരനെയൊക്കെ കാണുന്നുണ്ട്. അവര് കൃഷ്ണനെ കുറിച്ച് ചോദിക്കുകയാണ്. പൊട്ടിക്കറിയാനല്ലാതെ, കൃഷ്ണനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാനല്ലാതെ വേറെ ഒന്നും കഴിഞ്ഞില്ല, നാമം ജപിക്കാനല്ലാതെ വേറെ ഒന്നും കഴിഞ്ഞില്ല. ക്രമേണ ബദ്രീനാഥിലേക്ക് എത്തിച്ചേർന്ന് ഹരേ അകാൽ ഗതി, ശ്രീഹരിയുടെ പരമഗതിയെ പ്രാപിച്ചു.
ജഗത് ഏകബന്ധുന, ജഗത്തിന്റെ ഏകബന്ധുവായ, നമുക്ക് ബന്ധുക്കൾ ഇഷ്ടം പോലെ ഉണ്ട്, സുഹൃത്തുക്കളായിട്ടും നമുക്ക് ബന്ധമുള്ളവരെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കാലാകാലം അവരുണ്ടാവുമെന്ന് വിചാരിക്കേണ്ട. അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവ് ആയിക്കോട്ടെ, സുഹൃത്തുക്കളായിക്കോട്ടെ, എല്ലാവരും നമ്മളെ ഉപേക്ഷിക്കുന്നവരാണ്. നമ്മളെ ഉപേക്ഷിക്കാത്ത ഒറ്റ ബന്ധുവുള്ളൂ. ആരാണ്? നമ്മളായ ഭഗവാൻ മാത്രമേ ഉള്ളൂ. ആ ജഗത് ഏകബന്ധുവായ ഭഗവാനിനെ തന്നെ മനസ്സുറപ്പിച്ചുകൊണ്ട് ഹരേരകാലുഗതിയും ശ്രീഹരിയുടെ പരമഗതിയെ പ്രാപിച്ചു. ഈ വേദാന്ത സാരം നമുക്കായിട്ട് ഉപദേശിച്ച ബദ്രീനാഥ സ്വാമികളായിട്ടുള്ള ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ടാണ് പ്രകടനം സമർപ്പിക്കുന്നത്. പിന്നെ യാദവന്മാര് പരസ്പരം അടിച്ചു നശിക്കുന്ന കണ്ട് രാമസ്വാമികൾ തന്നെ മനോഹരമായിട്ടുള്ള വിഗ്രഹം സമുദ്രത്തിലേക്ക് ഉപേക്ഷിച്ചു. ഭഗവാന്റെ നിര്യാനം, തിരിച്ചുള്ള യാനത്തിനാണ് എന്ത് പറയാ, തിരിച്ചുള്ള യാത്രയ്ക്കാണ് എന്ത് പറയാ, നിര്യാണം എന്ന് പറയാം. അത് കാണാനായിട്ട് ബ്രഹ്മാദി ദേവന്മാരൊക്കെ കൊതിച്ചു വന്നുവെങ്കിൽ അവരൊക്കെ പറ്റിച്ചുകൊണ്ട് ഇടിമിന്നൽ പോലെ എവിടുന്ന് വന്നു എന്നോ എവിടേക്ക് പോയി എന്നോ അറിയിക്കാത്ത രീതിയിൽ കാരുണ്യകടാക്ഷം പൊഴിക്കുന്ന, ആരെയും മോഹിപ്പിക്കുന്ന രണ്ട് മനോഹരമായിട്ടുള്ള താമര പൊട്ടുകള്, ആ തൃക്കണ്ണുകൾ പണ്ട് വിടർന്നിരുന്നു. അതാണ് കൂടി. എവിടേക്ക് പോയി എന്നറിയിക്കാത്ത രീതിയിൽ ഭഗവാന്റെ ദിവ്യ സ്വരൂപമാണ് അപ്രത്യക്ഷമായി. ആശ്രയിക്കുന്ന ഭക്തന്മാരുടെ ഹൃദയത്തിലേക്ക്, ശ്രീമദ് ഭാഗവതത്തിലേക്കൊക്കെ ഭഗവാൻ മറിയുന്ന രംഗം. ഭഗവാന്റെ നിര്യാണത്തെ കുറിച്ച് അറിഞ്ഞ് വാസുദേവര്, ദേവകി, ഭഗവാന്റെ പത്നിമാര്, ബന്ധുക്കളൊക്കെ അഗ്നി കൂട്ടുക, അതിൽ ദേഹം വെടിയുക. ദ്വാരക മുഴുവൻ ചിതങ്ങനെ കത്തി എരിയുന്നു. യാഗാഗ്നി എന്ന പോലെ, യാഗഭൂമി പോലെ ആയിരിക്കുന്നു. എവിടെ നോക്കിയാലും ചിത. ഉത്തമ യാഗമാണെങ്കിൽ യാഗത്തിന്റെ അവസാനം മഴ പെയ്ത് തീ കെടുത്താറുണ്ട്. ഇത് ദ്വാരക അങ്ങനെ തന്നെ അവിടെ മുങ്ങിപ്പോയി. ഇതൊക്കെ ഭഗവാന്റെ ഒരു ബാല്യലയാണ്. ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് പിന്നെ കലികാലം ഉണ്ടാവില്ല. കലികാലത്തിന്റെ മൂർധന്യത്തിന് ഭഗവാൻ കലികയായിട്ട് അവതരിക്കുന്നത്. കാലം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഭഗവാന്റെ നാമസങ്കീർത്തനമല്ലാതെ, ഭഗവാന്റെ കഥാരസമല്ലാതെ വേറെ ഒരു വഴിയില്ല ഈ സംസാര ദുഃഖത്തെ തരണം ചെയ്യാനായിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഉപദേശങ്ങൾ ശുഖബ്രഹ്മർഷി ചുരുക്കുന്നു. ഒന്നുകൂടി ബ്രഹ്മോപദേശം ചെയ്ത് പരീക്ഷിതനെ മുക്തനാക്കി തീർക്കുന്ന ബ്രഹ്മോപദേശം, അങ്ങ് മരിക്കുമെന്നുള്ള പശുബുദ്ധിയെ ഉപേക്ഷിക്കൂ. വാസുദേവ അനുചിന്ത കൊണ്ട് മൃത്യുവിനും മൃത്യുവായ ഭഗവാനെ അങ്ങേക്ക് സാക്ഷാത്കരിക്കാൻ കഴിയും എന്ന് ബോധിപ്പിക്കൂ എന്ന് ഉപദേശിക്കുന്ന ബ്രഹ്മോപദേശം അടുത്ത അധ്യായത്തില്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ പഞ്ചമോ ചതുർത്ഥോധ്യായ ശ്രീശ്രോവാച കാലസ്യ ബ്രഹ്മണോ അതിർദിവരാർത്ഥാവതിർനൃപ കഥിതോ യുഗമാനം ച ശ്രുതിപരയാവപി ചതുർയുഗ സഹസ്ര